Good evening. Good evening, ma'am. Good evening, ma'am. Good evening. കുറച്ച് പേരേ ഉള്ളൂ. എന്ത് പറ്റി? എല്ലാവർക്കും മെസ്സേജ് പോയില്ലായിരുന്നോ? എല്ലാ ബാച്ചും ഉണ്ടോ? 18, 19, 20. Good evening, Miss. Good evening. Once again, very good evening to all. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രേയർ ആരാ? Yes, please. ഞാൻ പറയാം മാം. Okay. Good evening, ma'am. I cherish and share this day with you. I praise you for the light of dawn. I carry your hope of life within me. I severe and beloved Lord. Amen. ഓക്കെ, 7th ചാപ്റ്റർ ആണ് താര. മോഡ്യൂൾ 1 പാർട്ട് 3 7th ചാപ്റ്റർ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. നമുക്ക് ഈ ചാപ്റ്ററും കൂടി ഫിനിഷ് ആവാനുള്ളൂ അല്ലേ? റൈറ്റ്. ബാക്കി പാർട്ട് 3 മറ്റ് ഞാൻ എടുത്ത പോർഷൻസിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും. 3, 4, 10 മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഫൈൻ. പിന്നെ വേറെ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കണേ. ആരൊക്കെ നേരത്തെ മെസ്സേജ് ഇട്ടു, ആരാ എനിക്ക് ഓർമ്മയില്ല. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ നാളെ അത് ഇൻഫോം ചെയ്തോളാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷെയർ ചെയ്യട്ടെ കേട്ടോ. സുധ ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? നമുക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നില്ലേ, ടീച്ചർ എച്ചമ്മ ഉണ്ടായിരുന്നില്ലേ, സുധ എന്നല്ലേ ടീച്ചറുടെ പേര്? Yes, ma'am. ഓക്കെ. സുധകുമാരി എന്ന് പേര് കണ്ടപ്പോ എനിക്ക് തോന്നി. Okay. സുഖാണോ ടീച്ചറിന്? സുഖമായിട്ടിരിക്കണം. Okay. ഈ സമയം ആയതുകൊണ്ടായിരിക്കും അല്ലേ ടീച്ചർക്ക് കയറാൻ പറ്റും. അങ്ങനെ അതുകൊണ്ടാ കയറാൻ പറ്റിയ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ കയറിയായിരുന്നു. ഈ ഇന്നലെ 11-ാം തീയതി കയറാൻ കഴിഞ്ഞില്ല. ടീച്ചർ ഏത് ബാച്ച് ആയിരുന്നു? അതെനിക്ക് 19 ബാച്ച്. ഓക്കെ ഓക്കെ. മോസ്റ്റ്ലി ഈ ആഴ്ച കൊണ്ട് നമ്മുടെ ക്ലാസ് തീരും. മൺഡേ ആണ്. ഓക്കെ. വൈവ എനിക്ക് ഡേറ്റ് വന്നില്ല. ഞാൻ ഈവനിങ് നൈറ്റ് ബാച്ച് മതിയെന്ന് ആണ് എന്റെ ആഗ്രഹം. വർക്കിംഗ് പിന്നെ വന്നിട്ട് നമ്മുടെ കൺവീനിയന്റ് ആയിട്ടൊരു ടൈം അത് തരും. വർക്കിംഗ് പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി ഉണ്ട്. ഓക്കെ ഓക്കെ. മിസ്സേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. അസൈൻമെന്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ലേ? അത് ബുക്കിൽ എഴുതാനല്ലേ പറഞ്ഞേക്കുന്നേ? അത് നമ്മള് ലാപ്പിൽ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, അതാണ് എളുപ്പം. അതാർന്ന് കുറച്ചും കൂടി എളുപ്പം. ഇത് അത്രയും ക്വസ്റ്റ്യൻസിന്റെ എഴുതി വരുമ്പോ പേജ് ഇങ്ങനെ വരച്ച് എഴുതണ്ടേ? അങ്ങനെ ചെയ്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമുക്ക് വൈവയ്ക്ക് 1:30 നമുക്ക് PG ക്ലാസ് ഉണ്ടല്ലോ. ഒരു 1:45 ടൈം സ്ലോട്ട് തന്നിട്ടുണ്ട്. നാളെയാണോ? നാളെയാണ് മാം. അതെങ്ങനെ നമുക്കിപ്പോ ക്ലാസ് എന്തെങ്കിലും കയറണോ അതോ മാറ്റണോ?
ടൈം ചേഞ്ച് ചെയ്യണം. പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് ടൈമിൽ വെക്കരുന്നത്. വൈവ ഇടുന്ന കുട്ടിക്ക് PGയുടെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. കാരണം ഡിപ്ലോമക്കാരാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ലായിരുന്നു. PG ഡിപ്ലോമ അത് നോക്കിയിട്ട് ഇടാനായിട്ട് ഞാൻ പറയാം. നാളെ 1:30 1:45 ഞങ്ങക്ക് 3 പേർക്കുണ്ട് മാം അങ്ങനെ തന്നിട്ടുണ്ട്. പേര് PG ആണോ? ഞാന് PG ആണ്. എന്റെ കഴിഞ്ഞിട്ടും ഉള്ള ആൾക്കും PG ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ അപ്പൊ ഞാനത് എന്തായാലും ആ കുട്ടിയോടൊന്ന് പറയാം കേട്ടോ. അത് എനിക്കൊരാൾക്കാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ചോദിച്ചിട്ടുള്ളൂ അങ്ങനെ ചെയ്യുവോ ഇല്ലയോന്ന്. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ആ ടൈമിൽ ചിലപ്പോ ആ സമയത്ത് PG ക്ലാസ് ഉള്ള വിവരം അറിയില്ലായിരിക്കും. പറഞ്ഞേക്കാം. ഞാനത് ഇന്ന് കൺഫേം ചെയ്യാനായിരുന്നു. അങ്ങനെ മാറ്റം വരുമോ നമ്മളെ അപ്പൊ ആ സമയത്ത് തന്നെ പ്രതീക്ഷിക്കണോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. ടീച്ചേഴ്സ് അവര് ഫ്രീ ടൈം കൊടുത്തതായിരിക്കും ആ ടൈം. അപ്പൊ അത് നോക്കിയിട്ട് ലിസ്റ്റ് എടുത്ത് ചെയ്യുന്നതാ. PG ക്ലാസ്സിലുള്ളതാണെന്നോ അത്ര PG ക്ലാസ്സിന്റെ ടൈം ആണെന്ന് ആ കുട്ടിക്ക് അറിയില്ല. ഓക്കെ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാം. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. മാം 19th ബാച്ചിന് മാം ഇപ്പൊ പറഞ്ഞ മോക്ക് ടെസ്റ്റുകളൊന്നും വന്നിട്ടില്ല കേട്ടോ. അതൊന്ന് ഇൻഫോം ചെയ്താണ്. 19th ബാച്ചിന് 3, 4, മാം 7 ഇല്ല കിട്ടിയിട്ടില്ല. ഇല്ല ഇതുവരെ അയച്ചിട്ടില്ല. വന്നിട്ടില്ല മിസ്സേ. അതെ, എന്നാ 18 മാത്രമാണോ പോയത്? 18 കിട്ടിയോ? ആ മാം ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ? അപ്പൊ അന്ന് ആ കുട്ടി വിട്ടുപോയതായിരിക്കും. ഞാൻ എല്ലാ ബാച്ചിനും കൂടെ കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒരുമിച്ചായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. യെസ്, MT 18, 19, 20. 20ക്ക് കിട്ടിയിരുന്നോ ക്വസ്റ്റ്യൻ? കിട്ടിയിട്ടുണ്ട്. അപ്പൊ 20ക്ക് മാത്രമേ വന്നുള്ളൂ. ഞാൻ പക്ഷെ 19 പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് കൊടുക്കാനായിട്ട്. എന്നാ വിട്ടുപോയതായിരിക്കും. അത് ഞാൻ നാളെ കൊടുത്തോളാം. രാവിലെ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യണേ. 19th ഇന്ന് കിടപ്പുണ്ടല്ലോ. ആണോ? ചെക്ക് ചെയ്യാം. വന്നിട്ടുണ്ടല്ലോ. 3, 4, 10 അല്ലേ യൂണിറ്റ്സ്? സെൽഫ് കൺസ്ട്രക്ഷനും മറ്റേ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റും മോണ്ടിസോറി ടൈംസും വന്നിട്ടുണ്ടല്ലേ? ശരി. അപ്പോൾ സംഭവിക്കാൻ ചാൻസ് ഇല്ല, കാരണം ആ കുട്ടി പക്കയായിട്ട് ചെയ്യുന്ന ഒരാളാണേ. ഓക്കെ, ഒന്നുകൂടെ ചെക്ക് ചെയ്യണേ. എപ്പോഴാ വന്നത്? ഇന്നലെ ആയിരുന്നോ? 2:30 PM ഓക്കെ, നമ്മൾ എവിടം വരെ ആയിരുന്നൊന്ന് പറയാമോ? ഇടയ്ക്ക് 4ഉം ഒക്കെ എടുക്കാൻ പോയപ്പോ മറന്നുപോയില്ല. നമ്പർ 1 to 5 മാം പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. 1 to 5 ഫ്രീഡം ഫോർ പ്രീഷ്യൂവർ. ഫ്രീഡം ഫ്രം പ്രഷർ ആണോ? ഓക്കെ, പുതിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഇനിയിപ്പോ ഇതേ ഉള്ളൂ. അത് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ ആൻഡ് ഓർഡർ ആണ് ഇനി മുതൽ പറയേണ്ടത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ നമ്മൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ബേസിക് കൺസെപ്റ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഫ്രീഡത്തിന്റെ പല ഏരിയ നമ്മൾ പറഞ്ഞു. ഇനി സ്ട്രക്ചർ ആൻഡ് ഓർഡർ, ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, അതാണ് നെക്സ്റ്റ്. സ്ട്രക്ചർ ആൻഡ് ഓർഡർ. ഫ്രീഡം ഫ്രം എല്ലാം പറഞ്ഞല്ലോ. സ്ട്രക്ചർ ആൻഡ് ഓർഡർ. നമ്മൾ വീട്ടിലെ സാധനങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കും. നമ്മുടെ കൈ നേരെ ചെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും, നമ്മളാണ് അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ, അല്ലെ? അതുപോലെ തന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിലും ഈ സ്ട്രക്ചർ അതുപോലെ ഓർഡർ കൗണ്ടർ ഇനീഷ്യേറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ സെൽഫ് ജനറേറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ ഫ്രീഡവുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ഥലത്ത് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ എന്നുള്ളതല്ല, കുട്ടികളുടെ കൺവീനിയൻസ് അനുസരിച്ച് അവിടെ ചേഞ്ചസ് വരുത്താറുണ്ട്. ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളില് എല്ലാം ചൈൽഡ് സൈസ്ഡ് ആയിരുന്നു. പക്ഷെ അവിടെ ഒരു മോൻ ഉണ്ടായിരുന്നു, ഏജ് വൈസ് അവൻ എല്ലാരെക്കാളും വലുതാണെങ്കിലും ഈ കുട്ടി പ്രിമച്വർ ബേബി ആയിരുന്നു.
6 month ലാസ്റ്റ് എങ്ങാണ്ടായപ്പോ കുട്ടി ഉണ്ടായതാ. ഇവന്റെ ശരീരം വളരെ ചെറുതായിരുന്നു, മീൻസ് ഹെൽത്ത് ഒക്കെ ഉണ്ടെന്ന് തോന്നിക്കാം, പക്ഷെ ആകെ മെലിഞ്ഞ് സൈസ് കുറവായി കുട്ടി മറ്റു കുട്ടികളെ വെച്ചിട്ട്. അപ്പൊ ഇവന് വേണ്ടി സെപ്പറേറ്റ് അവിടെ ഒരു ചെയർ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ട്രക്ചർ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. സെൽഫ് ജനറേറ്റഡ് ആണ്. ഇപ്പൊ വേറൊരു കുട്ടി വരുന്നു, അവന്റെ രീതികൾക്കനുസരിച്ച് അങ്ങനെ ഒരു മോഡിഫിക്കേഷൻസ് വരുത്തുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള എൻവിയോൺമെന്റ് ആയിരുന്നു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്. എന്തിന്, നമ്മളുടെ വീട്ടിലൊരു കുഞ്ഞു ബേബി ജനിക്കുമ്പോൾ നമ്മൾ വീട്ടിലെ ചില കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാറില്ലേ? സ്റ്റെയറിന്റെ അങ്ങോട്ടുള്ള ഭാഗം ബ്ലോക്ക് ചെയ്ത് വെക്കും. പിന്നെ ഫ്രണ്ട് ഡോറ്, പണ്ടത്തെ വീടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡോർ ഹാഫ് ഡോർ ആയിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഫ്രണ്ട് ഡോർ ഹാഫ് ഡോർ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെ ഹാഫ് ഡോർ ആയിട്ട് നമ്മൾ പൂച്ചയൊക്കെ കയറാതിരിക്കാനും കുട്ടികൾ പുറത്തേക്ക് പോവാതിരിക്കാനും, എന്നാ കാറ്റ് കയറണം അല്ലെ. അപ്പൊ ഞാൻ എന്റെ വീട് പണിതപ്പോ ഞാൻ അങ്ങനത്തെ ഒരു ഡോർ വേണമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഡോർ ചെയ്തില്ല, കാരണം അത് അത്ര സേഫ് അല്ല നമ്മൾ അങ്ങനെ ഹാഫ് ഡോർ പണ്ടത്തെ പോലെ ചെയ്യാനായിട്ട്. ഇത് ഡൈനിങ്ങിന്റെ ഏരിയന്ന് എനിക്ക് ഒരു ഡോറ് വെച്ചു, അത് ഹാഫ് ഡോറാ. പിന്നെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദൈവം ഇതിന്റെ സേഫ്റ്റി ഭയങ്കര ഇഷ്യൂ ആണല്ലോ, ഇനി എന്തെങ്കിലും വെച്ച് അത് കറക്റ്റ് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഇടിച്ചു പൊളിച്ചകത്ത് കയറാം. ആ രീതിയിൽ നമ്മൾ ലോക്ക് ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ ആര് തള്ളിയാലും തുറക്കാൻ പറ്റില്ല. പക്ഷെ അവരിടയ്ക്ക് ഇങ്ങനെ കുറുവാ സംഘത്ത് ഇറങ്ങിയപ്പോഴേക്കും അതൊരു പേടിയായിരുന്നു. അവർ അടിച്ചു പൊളിച്ചൊക്കെയല്ലേ കയറുന്നത്. ഇനി ഇത് അയണിന്റെ ബോൾട്ട് ഒക്കെ ഇടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ സ്ട്രക്ചർ ആൻഡ് ഓർഡർ നമ്മളുടെ കുട്ടികൾക്കനുസരിച്ച് ഇതിൽ ഇവിടെ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ബാക്കിയുള്ള ഇതിന് മുന്നത്തെ പോർഷൻ ഇന്ന് ക്ലാസ് എടുത്തതായിരുന്നോ മോർണിംഗ്? ഇല്ല, മോർണിംഗ് ഞാനായിരുന്നില്ലല്ലോ. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് സെൽഫ് കൺസ്ട്രക്ഷൻ 4ാമത്തെ യൂണിറ്റ് നിങ്ങൾ പ്രസന്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അത് കഴിഞ്ഞ് വന്ന ക്ലാസ്സിൽ ആ ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഈവനിങ് സാറ്റർഡേ ആണോ ഏത് ഡേ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് തീർന്നിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വന്നതാ. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ് ഇത് കണ്ടിട്ടില്ല ഞാൻ, അതാ ചോദിച്ചത്. ഓക്കെ. നമ്മള് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് യൂണിറ്റ് 7 സ്റ്റാർട്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ മോണ്ടിസോറി എങ്ങനെയാണ്, ഞാൻ ബ്രീഫ് ചെയ്യാം, എങ്ങനെയാണോ മോണ്ടിസോറി ക്ലാസ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് കുട്ടികളുടെ രീതികൾക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്ത ഒരു നറിഷിംഗ് ലവിങ് ഏരിയ ആണ്. ചൈൽഡ് ഫ്രണ്ട്ലി ആണ്, ചൈൽഡ് സൈസ്ഡ് ആണ്. എല്ലാ എക്യുപ്മെന്റ്സും കുട്ടികളുടെ സൈസിന് പറ്റുന്നതാണ്. ഷെൽഫ് ആണെങ്കിലും ചെയർ ആണെങ്കിലും ടേബിൾ ആണെങ്കിലും എല്ലാം. പിന്നെ ഇവിടെ ക്ലാസ് റൂമുകളായിട്ട് തിരിച്ചിട്ടില്ല, വലിയൊരു ഹോളാണ്. ഇതിനെ ആ ഒരു 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. 5 ഏരിയയെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മോഡ്യൂൾ 3 5 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമ്മൾ ലാസ്റ്റ് റെക്കോർഡിൽ മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡിലേക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു മോണ്ടിസോറി സ്കൂളിലെ ഒരു മോണ്ടിസോറി ക്ലാസ് റൂം. മോണ്ടിസോറി സ്കൂളിനോ മോണ്ടിസോറി ക്ലാസ് റൂം എന്നോ പറയില്ല. മോണ്ടിസോറി സ്കൂളിന് ഡോക്ടർ മോണ്ടിസോറി ചിൽഡ്രൻസ് ഹൗസ് എന്നർത്ഥം വരുന്ന രീതിയിൽ കാസാഡി പാമ്പിനി എന്നാണ് പേരിട്ടത്. അല്ലെങ്കിൽ ഹൗസ് ഓഫ് ചിൽഡ്രൻ. അവർക്ക് സ്കൂൾ എന്ന് വിളിക്കാനോ ക്ലാസ് റൂം എന്ന് വിളിക്കാനോ ഇഷ്ടമല്ല, കാരണം അവർ പ്രത്യേക ഉള്ളൊരു വ്യക്തിത്വമായിരുന്നല്ലോ. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യുമായിരുന്നു ഡോക്ടർ മോണ്ടിസോറി. അപ്പോ കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഗാർഡൻ എന്നുള്ള മീനിങ്ങിലാണ് ഫ്രോബൽ അത് ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഡോക്ടർ മോണ്ടിസോറിയും അത് കുട്ടികളുടെ വീട് എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ ക്ലാസ് റൂമിന്റെ ആവശ്യമില്ലല്ലോ, വീട്ടിലെ ക്ലാസ് റൂമില്ലല്ലോ. അതിന് പറഞ്ഞ പേരാണ് പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്. അപ്പൊ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി, ലൈഫിനുള്ള ഒരു സെക്കൻഡറി തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എൻവിയോൺമെന്റിന് ഇതിലെ ബേസിക് കൺസെപ്റ്റ്, എൻവിയോൺമെന്റിന്റെ ആ ഒരു കൺസെപ്റ്റിലെ ഫസ്റ്റ് വൺ ഫ്രീഡം നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ആണ് ഫ്രീഡം തന്നെ പല ഏരിയയിലുണ്ടായിരുന്നു. അതെല്ലാം ഏകദേശം ഒരു 13 ഏരിയകളിലെ ഫ്രീഡം നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ സ്ട്രക്ചർ ആൻഡ് ഓർഡർ ആണ്. അതൊരു സെൽഫ് ജനറേറ്റഡ് ആണ്, പക്ഷെ തന്നെത്താനെ മാറിക്കൊണ്ടേയിരിക്കുക, മോഡിഫിക്കേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എൻവിയോൺമെന്റിലെ പല ഫാക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ സ്ട്രക്ചറും ഓർഡറും സെറ്റ് ചെയ്യുന്നത്. ശരിക്കും ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു മൈക്രോ കോസമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മിനിയേച്ചർ വേർഷൻ ഓഫ് യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ മൈക്രോകോസം ഓഫ് ദി യൂണിവേഴ്സിന്റെ ഒരു ചെറിയ വേർഷൻ. അതായത് കുട്ടി പുറം ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെല്ലാം കാണുന്നുണ്ടോ അതിന്റെ എല്ലാം ഒരു ചെറിയ വേർഷൻ ഈ ഒരു എൻവിയോൺമെന്റിലുണ്ട്. അപ്പൊ
അപ്പൊ അവൻ 6 വയസ്സ് കഴിഞ്ഞ ഒരു നോർമൽ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോൾ ഇവനൊന്നും അപരിചിതത്വമില്ല, എല്ലാം അറിയാം, എല്ലാം എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, നല്ലപോലെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 18-19 ബാച്ചുകാർക്ക് അറിയാം 6 വയസ്സിൽ അവര് ഓൾജിബ്രയുടെ ഒരു ബേസിക് കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. നോർമൽ എഡ്യൂക്കേഷനിലേക്ക് അവർ പോകുമ്പോൾ അവർക്ക് ഇതൊന്നും, അത് 8ാം ക്ലാസ്സിലോ എന്തോ ആണ് നമ്മൾ പഠിക്കുന്നത് ഓൾജിബ്ര, അതിനെ ഒരു ഐഡന്റിറ്റി അവർ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അവർക്ക് അതാണെന്നൊന്നും പറഞ്ഞ, പക്ഷെ അതിനെ പറ്റിയുള്ള കൺസെപ്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു ലേറ്റർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പ്രിപ്പറേഷൻ, അത് തന്നെയാണ് മോണ്ടിസോറി മെത്തേഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ, നമ്മൾ LKG UKG ഇപ്പൊ ഞാൻ പറഞ്ഞിടത്തൊക്കെ LKG UKG ക്ലാസ്സുകളാണ് മോണ്ടിസോറി മെത്തേഡ് പ്രയോഗിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് ഇത് ഈ മോണ്ടിസോറി മെത്തേഡിന് പിന്നീടുള്ള ചേഞ്ച് ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാവൂലേ? ചേഞ്ച് ആകുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇയേഴ്സ് കഴിയുമ്പോൾ മോസ്റ്റ്ലി സ്കൂളിലെ സിലബസ് അനുസരിച്ച് ആക്ടിവിറ്റി ഓറിയന്റഡ് കുറച്ച് വരുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ അവരുടെ രീതിയിൽ അങ്ങ് പഠിക്കും. പിന്നെ നമ്മൾ ഏത് ക്ലാസ് എവിടെയാണോ ഈ കുട്ടിയെ ചേർത്തിരിക്കുന്നത് അവിടെ നിന്ന് റൈറ്റ് കൈൻഡ് ഓഫ് ഒരു ലേണിംഗ് മെത്തേഡ് ആണെങ്കിൽ അവർക്ക് എന്ത് മെത്തേഡിൽ പഠിപ്പിച്ചാലും ഇവരത് കോമ്പീറ്റ് ചെയ്തോളും. അതേസമയം ശരിയായ ഒരു ട്രെയിനിങ് അല്ല കിട്ടുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത റൈറ്റ് കൈൻഡ് വെയിലാണ് ഇവരെ. അതുപോലെ നമ്മൾ സൗണ്ട്സ് പഠിപ്പിക്കുമല്ലോ ലെറ്റേഴ്സിന്റെ ഒക്കെ. പിന്നെ അവർ പറയണ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി ലെറ്റേഴ്സിൽ സൗണ്ട് പഠിപ്പിക്കൂല എന്ന് പറയണം. നമുക്ക് LKG UKG മാത്രമേ സൗണ്ട്സ് പഠിപ്പിക്കുള്ളൂ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ആ സൗണ്ട്സ് ഉപയോഗിക്കില്ല എന്നാണ് പറയണത്. അപ്പോഴേക്കും അവരത് തറവാകുമല്ലോ, എഴുതി പറഞ്ഞൊക്കെ തറവാകുമല്ലോ. കാരണം ഇത് ഞാൻ പറയാൻ കാരണം, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൾ ഇതുപോലെ മോണ്ടിസോറി സ്കൂളായിട്ട് നോർമൽ ഇതിലേക്ക് വന്നപ്പോൾ കുട്ടിക്ക് നല്ല ലാംഗ്വേജും വൊക്കാബുലറിയും ഉണ്ട്, കുട്ടി എഴുതുന്നില്ല എന്നായിരുന്നു ടീച്ചേഴ്സിന്റെ കംപ്ലൈന്റ്. കുട്ടി ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ അങ്ങോട്ട് മേർജ് ആയിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ ആ ഒരു വിധം ഒന്നും ആകുന്നവര്. പിന്നെ അത് ഓക്കെ ആയി. ശരി മിസ്, എനിക്കും തോന്നി. ഞാനിപ്പോ കുറച്ച് സൈഡ് പോയപ്പോഴേ എനിക്ക് അങ്ങനെ പെട്ടെന്ന് സൗണ്ട്സ് അങ്ങനെ കിട്ടൂലായിരുന്നു. ഞാനിപ്പോ ഈ മോണ്ടിസോറിയിൽ വന്നേ പിന്നെ സൗണ്ടിന്റെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ എന്നോട് ഈ ലെറ്റേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ ABC അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്, ഈ ഓരോന്നിന്റെ ഇതിലേക്ക് അക്ഷരങ്ങൾ. അപ്പോൾ അവിടുത്തെ മിസ്സുമാരൻ അങ്ങനെയല്ല സൗണ്ട്സ് വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അതൊരു പിടുത്തം കിട്ടിയില്ല. പക്ഷെ ആ കുട്ടികൾ കിട്ടിയില്ല. കിട്ടി. ഫസ്റ്റ് കുറച്ച് അങ്ങനെ അറിഞ്ഞറിഞ്ഞ് കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഇതിലേക്ക് ചേർന്നേ പിന്നെ എനിക്ക് സൗണ്ട്സിന്റെ കാര്യം അറിയുള്ളൂ, അതിന് മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ കുട്ടികൾ തന്നെ ഒറ്റയ്ക്ക് അവർ പഠിച്ചിട്ടുണ്ട്. LKG UKG ക്ലാസ്സിലേക്കാണ് അവർ തന്നെ ഓരോ ലെറ്റേഴ്സ് അല്ല പറയണ, സൗണ്ട് വെച്ച് സംസാരിച്ചിട്ടാണ് പിന്നെ ലെറ്റേഴ്സ് കൂട്ടി വായിക്കണത്. ചില CBSE സ്കൂളിൽ KGയില് ഫോണിറ്റിക്സ് വെച്ചാണല്ലോ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഇവിടെ മോണ്ടിസോറി മെത്തേഡ് മാത്രമേ LKG UKG. ഫസ്റ്റ് മോണ്ടിസോറി മാത്രമായിരുന്നു, ഇപ്പൊ CBSE കൂടി മിക്സ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അതെ അതെ. ഓക്കെ, ഇപ്പം യൂണിവേഴ്സിന്റെ ഒരു ചെറിയ മിനിയേച്ചർ വേർഷൻ ആയിരിക്കും അങ്ങനെ. അപ്പം ചുറ്റുമുള്ള ലോകം, ആ വേൾഡ് അറൌണ്ട് ഹിം, അതിനെപ്പറ്റി നല്ലൊരു ഐഡിയ കുട്ടിക്ക് കിട്ടുവാണ്. എൻവിയോൺമെന്റിന്റെ ഓർഡർ ഇല്ലെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഈ ഒരു എൻവിയോൺമെന്റ് ഒരു ഡിസോർഡർ ആയിട്ട് കിടക്കുവാണെങ്കിൽ കുട്ടിക്ക് അത് സെൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ അതെല്ലാം നല്ല ഓർഡറിലാണ് വെച്ചിരിക്കുന്നത്. സോ കുട്ടിക്ക് സെൻസസ് യൂസ് ചെയ്തിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. രാവിലെ എണീക്കുമ്പോ ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങള്, ഇപ്പൊ ഒരു റെഗുലറായി നടക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഇത് ഇവരുടെ ഉള്ളിൽ ഇംപ്രഷൻ ആയിട്ട് പതിയും. അപ്പൊ അവരെ സംബന്ധിച്ച് ആ ഒരു ഓർഡർ ആയിരിക്കും. പിന്നെ അവരെ നമ്മൾ എവിടെയെങ്കിലും ഒരു പ്ലേ സ്കൂളിലോ മോണ്ടിസോറി സ്കൂളിലോ അംഗൻവാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കുമ്പോൾ അവിടത്തെ ഒരു ഓർഡറും അവൻ സെൻസ് ചെയ്ത് മനസ്സിലാക്കും. അപ്പൊ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളെല്ലാം സെൻസ് ചെയ്ത് അവന്റെ ഉള്ളൊരു ഓർഡർ ഉണ്ടാവും, ആ സെൻസും ഓർഡർ ഉണ്ടാകും. കാണുന്ന കാഴ്ചകൾ, അവന്റെ പെർസെപ്ഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ അവൻ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പൊ മോർണിംഗ് എണീക്കുന്നു, അങ്ങനെ അവന്റെ സിബ്ലിങ്സ് ആരെങ്കിലും സ്കൂളിൽ പോകുന്ന ടൈം, അവർ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം, പപ്പ ജോലിക്ക് പോകുന്ന സമയം, ഇതെല്ലാം ഇവന്റെ സറൗണ്ടിങ്സിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അവന് ആ ഒരു ടൈം എന്നുള്ളത് അറിയാം. കുട്ടികളെ ഇങ്ങനെ ഉറങ്ങില്ല ഉച്ച കഴിഞ്ഞിട്ട്, കാരണം ചേട്ടന് ചേച്ചി സ്കൂളിൽ നിന്ന് വരുന്ന സമയമാണെങ്കിൽ അവരിങ്ങനെ ഉറങ്ങാതെ നോക്കിയിരിക്കും. പപ്പയുടെ വണ്ടിയുടെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുമ്പോൾ ഓടി
ഉമ്മറത്തേക്ക് വരും, ഗേറ്റിന്റെ അങ്ങോട്ട് വരെ വന്ന് നിൽക്കുന്നു. അങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യാറുണ്ടല്ലോ. പിന്നെ മീനൊക്കെ വിളിച്ച ആൾക്കാർ ഓടി വരും, കാരണം അത് തന്നെ അറിയാം അത് ഇതാണെന്ന്. അപ്പൊ അങ്ങനെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ഇവര് സെൻസ് ചെയ്ത് ഇവരുടെ മനസ്സിൽ അതിനൊരു ഓർഡർ ഉണ്ട്. ഈ ഓർഡർ കാരണം ഇപ്പൊ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഓരോ മെറ്റീരിയൽസും ഓരോ ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓർഡർ കുട്ടിക്ക് അറിയാം മെറ്റീരിയൽസ് പോയി സെലക്ട് ചെയ്യാനും ആ മെറ്റീരിയൽസ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഡെമോ ടീച്ചർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡെമോ അവർ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി അതിന്റെ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പിങ്ക് ടവർ നമ്മൾ ഡെമോ കൊടുത്തു എന്ന് വിചാരിക്കുക കുട്ടിക്ക്. പിങ്ക് ടവർ നമ്മൾ ആദ്യം എല്ലാ മെറ്റീരിയലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് നമ്മൾ മാറി കുട്ടി തന്നെ ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യും. അപ്പൊ പിങ്ക് ടവറിന്റെ ഒരു ഡെമോ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏറ്റവും അതിന്റെ ഓർഡർ ഏറ്റവും വലുതിൽ നിന്ന് ചെറുത് അങ്ങനെ അങ്ങനെ മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇൻ ബിറ്റ്വീൻ വെച്ച് പോകുമ്പോൾ ഒരു 6, 7, 5 ആ ഒരു ലെവലിലുള്ളത് എത്തുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ ആകാറുണ്ട്, ഇവര് മാറിപ്പോകും. എന്നാലും പെട്ടെന്ന് തന്നെ അവരത് തന്നെ കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. എന്നുവെച്ചാൽ ആ ഓർഡർ ആണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് മെറ്റീരിയൽസ് കറക്റ്റ് രീതിയിൽ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു മെറ്റീരിയൽസും മിസ്സിങ് അല്ല, അവർക്ക് അറിയാം ഓരോ മെറ്റീരിയലിലും എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം. കാരണം ഓൾറെഡി അവർ അതിന്റെ ആ ഒരു ഓർഡർ മനസ്സിലാക്കിയിട്ടുണ്ട് പലതവണ. അപ്പൊ അതുകൊണ്ട് ഒന്നും മിസ്സായി പോകില്ല. കറക്റ്റ് അവർ ചെയ്തിട്ട് അത് എങ്ങനെയാണോ അവിടെ നിന്ന് എടുത്തത് അവിടെ തന്നെ തിരിച്ചവർ കൊണ്ടുവയ്ക്കും. അപ്പൊ ഇതെല്ലാം അവരുടെ ഒരു പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. ഇങ്ങനെ കറക്റ്റ് അവർ ആ സ്ട്രക്ചർ ഓർഡർ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ കൊടുത്ത ഫ്രീഡം തന്നെയാണ്. അത് കൂടാതെ അവർ സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്രീഡവും സെൻസിറ്റീവ് പീരീഡും തന്നെയാണ് അവരെ ഈ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ശരിക്കും നമ്മളൊരു ക്ലിയർ അപ്പിയറൻസ് മാനിഫെസ്റ്റേഷൻ എല്ലാം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഡെമോ അതില് കൺഫ്യൂഷൻസ് വരരുത്. നമ്മൾ എത്രയും തറവായിരിക്കണം. നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് കുട്ടിയുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം കുട്ടി ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് അവന്റെ മനസ്സിൽ അത് സെറ്റ് ചെയ്ത് വെക്കുക. കേട്ടിട്ടില്ലേ, ആശാൻ ഒന്ന് പഠിച്ചാൽ ശിഷ്യന്മാർക്ക് അങ്ങനെ. അപ്പൊ അതാ ഫസ്റ്റ് അവരെന്താണോ ടീച്ചർ ചെയ്യുന്നത് കാണുന്നത്, ടീച്ചർ പറയുന്നത് കേൾക്കുന്നത്, അതങ്ങനെ അവര് സേവ് ചെയ്ത് വെക്കും അവരുടെ ബ്രെയിനിൽ. അത് വെച്ചിട്ടാണ് അവര് പിന്നെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ക്ലിയർ വേയിൽ തന്നെ നമ്മളത് കൊടുക്കണം. കാരണം അവരത് പെർസീവ് ചെയ്തിട്ട് പിന്നെ അവര് തന്നെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തുടങ്ങും. അത് പിന്നെ ടീച്ചർ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ആൻഡ് ഓർഡർ അതായിരുന്നു. കറക്റ്റ് അവരിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനെ അവര് പെർസീവ് ചെയ്ത് അവര് പിന്നീട് അത് റിഫ്ലക്ട് ചെയ്യുന്നു അവരുടെ ആക്ഷൻസിലൂടെ. നെക്സ്റ്റ് റിയാലിറ്റി ആൻഡ് നേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഡോക്ടർ മോണ്ടിസോറിക്ക് വളരെ ഒരു ഡീപ് പ്രൊഫൗണ്ട് റെസ്പെക്ട് ആയിരുന്നു ഈ നേച്ചർ ജനറേഷൻ. ഭയങ്കര ഡീപ്പായിട്ടുള്ള റെസ്പെക്ട് ഉണ്ട് നേച്ചറുമായിട്ട്. അവർക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡോക്ടർ മോണ്ടിസോറിക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അവിടെയുള്ള ഓരോ മെറ്റീരിയൽസും നാച്ചുറൽ ആയിട്ടുള്ള തിങ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതലും വുഡൻ മെറ്റീരിയൽസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾ 3 ബാച്ച് അറ്റൻഡ് ചെയ്തത് 20 ഡെമോ ആണെങ്കിലും കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ട് എല്ലാം വുഡിലുള്ളായിരുന്നു. മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് എല്ലാം വുഡിലുള്ളതായിരുന്നു. അത് റിയൽ വുഡാണ്. റീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുള പോലെ തന്നെ ഉള്ളു പൊള്ളയായിട്ടുള്ളത്. ഇത് മെറ്റീരിയൽസ് ഭയങ്കര സ്ട്രോങ് ആണ്. ഈ മുളയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഒന്നും പെട്ടെന്ന് പറ്റില്ല, തീ പോലും ശരിക്കും ഏക്കില്ല, ആ രീതിയിലുള്ളതാണ്. പിന്നെ മെറ്റൽ കോട്ടൺ, നമ്മുടെ ഡ്രസ്സിംഗ് ഫ്രെയിംസിലെ ഫാബ്രിക് അത് നാച്ചുറൽ ഫൈബർ ആയിട്ടുള്ള ക്ലോത്ത് മെറ്റീരിയൽസ്, കോട്ടൺ, സിൽക്ക് അതൊക്കെയായിരുന്നു യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സിന്തറ്റിക്കോ പ്ലാസ്റ്റിക്കോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. കിൻഡർഗാർട്ടനിൽ പക്ഷെ പ്ലാസ്റ്റിക് ടോയ്സ് ഒക്കെ ഉണ്ട്. മോണ്ടിസോറി എൻവയോൺമെന്റ് റിയാലിറ്റി നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റ് ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി ആൻഡ് നേച്ചർ. കുട്ടി കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട്
കണക്റ്റഡ് ആകും. നമ്മളുടെയൊക്കെ ഒത്തിരി ചെറുപ്പത്തില് നമുക്ക് ഈ വുഡൻ ടോയ്സ് ആയിരുന്നു കൂടുതലും. ഞാനൊക്കെ നഴ്സറി പഠിക്കുമ്പോൾ അവിടെ വുഡിന്റെ കുറെ ബ്ലോക്സ് ആയിരുന്നു. അതൊക്കെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചതൊക്കെ ഓർമ്മയുണ്ട്. അതൊക്കെ ഈ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നിരിക്കാം. കാരണം മഹാത്മാഗാന്ധി ഉള്ള സമയത്താണ് ഡോക്ടർ മോണ്ടിസോറി ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതും ആ സമയത്ത് അംഗൻവാടികളിലൊക്കെ ഇത് ശരിക്കും പ്യുവർ ആയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളുടെ ഞാൻ ആദ്യം ബാലവാടിയിലായിരുന്നു പോയിരുന്നത്. അംഗൻവാടിക്ക് പോരാന്നൊരു ബാലവാടിയായിരുന്നു. അവിടെ വുഡൻ ആയിട്ടുള്ള ടോയ്സ് ആയിരുന്നു. ആ വുഡ് കൊണ്ടുണ്ടാക്കിയ പല സാധനങ്ങളും കുറെ ബ്ലോക്സും അതിങ്ങനെ സ്റ്റാക്ക് ചെയ്തതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ നഴ്സറിയിൽ 2 വർഷം അങ്ങനെ അവിടെയൊക്കെ വുഡ് തന്നെയായിരുന്നു. ഒരു പ്ലാസ്റ്റിക് ഐറ്റംസ് ഉള്ളതായിട്ട് എന്റെ ഓർമ്മയിലില്ല. കുട്ടികളെ ഫാന്റസിയുമായിട്ട് കണക്ട് ചെയ്യരുതെന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷനിൽ നമ്മൾ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി അതിൽ പറഞ്ഞു കുട്ടികൾ നല്ല പോലെ അവരുടെ ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ റിയൽ സ്റ്റോറീസുമായിട്ട് കണക്ട് ചെയ്യുക, റിയൽ തിങ്സുമായിട്ട് കണക്ട് ചെയ്യുക, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ 3rd യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഫാന്റസി, ഇല്യൂഷൻ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾക്കും നിന്നും ഇവരെ ഫ്രീ ആക്കണം. അതിനോടൊന്നും അടുപ്പിക്കരുത്. അത് ഡോക്ടർ മോണ്ടിസോറി പറയാൻ കാരണം യൂറോപ്യൻ കൺട്രീസിൽ ഈ കുട്ടികൾ ഒരു ചെറു പ്രായത്തിൽ തന്നെ ഇവരെ ഇൻഡിപെൻഡന്റ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവര് പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ഉറങ്ങുന്നത് തന്നെ പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ വീട്ടിൽ തന്നെ അവർ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. അപ്പൊ മേ ബി അവര് ഫാന്റസിയുടെ ലോകത്തേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴൊന്നല്ല, പണ്ടൊക്കെ നിറയെ ആളുകൾ വീട്ടിലുണ്ടായിരുന്നു. കുട്ടിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഫാന്റസി ലോകത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു ചാൻസ് അവിടെ വരുന്നില്ല. ആകെ കഥകൾ മാത്രമാണ് നമ്മൾ ഫേബിൾസ്, മിത്ത് അങ്ങനെ ഈ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. കെട്ടുകഥകൾ പോലുള്ള കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തേക്കണം. പക്ഷെ എന്നിരുന്നാലും ഈ കഥയിൽ നിന്നൊക്കെ നമ്മൾ പെട്ടെന്ന് പുറത്തു വരുമായിരുന്നു. കാരണം നമ്മൾക്ക് പിന്നെ കളികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ അവര് ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. അവര് ഫുൾ ഇങ്ങനെ മൊബൈലില് അങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് കൂടുതൽ സമയം. അപ്പോ അതൊക്കെ ഒരു ഇൻസൈറ്റ് ഇവർക്ക് ഉണ്ടായിരുന്നു കാണാൻ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരെണ്ണം ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്, ലൈഫ് സ്കില്ല് പ്രൊവൈഡ് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ റിയാലിറ്റി നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവര് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം നേച്ചറിലെ കണ്ടീഷൻസ് ദിവസം പ്രതി മാറിക്കൊണ്ടിരിക്കുമല്ലേ. ഈവൻ മഴ പെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ആയിരിക്കും, വെയിലുള്ളപ്പോ ഒരു കണ്ടീഷൻ ആയിരിക്കും അല്ലെ. അങ്ങനെ ഓരോ ക്ലൈമറ്റിൽ വരെ നേച്ചറിൽ മാറ്റങ്ങളുണ്ട്. പൂക്കൾ ഉണ്ടാകുന്നതും ഇല കൊഴിയുന്നതും ഒക്കെ ഇവരങ്ങനെ ആ ഒരു വേൾഡിലെ വ്യത്യാസം, ആ ഒരു എൻവയോൺമെന്റിലെ വ്യത്യാസം, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ വേൾഡ്, അത് ആ വ്യത്യാസം കുട്ടികൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുവാണ്. അതേസമയം ഒരു ഫാന്റസി ലോകത്താണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഡിഫറൻസസ് ഒന്നും കാര്യമായി സംഭവിക്കുന്നില്ല. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നേച്ചറിന്റെ വ്യത്യാസങ്ങൾ തന്നെ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മോണ്ടിസോറി മെറ്റീരിയൽസും ഈ റിയാലിറ്റി എന്നുള്ള കൺസെപ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ റിയൽ ഗ്ലാസസ് ആണ് യൂസ് ചെയ്യുന്നത്. ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് കളക്ട് ചെയ്യാനായിട്ട് ഗ്ലാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മള് വീടുകളിൽ കുട്ടിക്ക് സ്റ്റീൽ ഗ്ലാസ് കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ ഗ്ലാസ് കയ്യിൽ നിന്ന് വീണ് പൊട്ടും എന്നുള്ളത് കൊണ്ട്. പിന്നെ കത്തി, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്യാനായിട്ട് കത്തി കൊടുക്കും. ശ്രദ്ധിച്ചറിയാം, ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അമ്മമാരിങ്ങനെ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഞാനും ചെയ്യട്ടെ എന്ന് പറഞ്ഞു വരും. അപ്പൊ നമ്മള് കത്തിയാണ് കൈ മുറിയെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കില്ല, കാരണം ഇറ്റ് ഇസ് ഡേഞ്ചർ. അതുകൊണ്ടാണ് ഫ്രീഡം ഫ്രം ഡേഞ്ചർ എന്ന് പറയുന്നത്. ചെറിയ പ്രായം തുടങ്ങി അവർക്ക് ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കാവുന്ന കാര്യങ്ങളിൽ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു പേടി ഉണ്ടാവില്ല. മീൻസ് അവര് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കും. അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് ഫ്രീഡം ഫ്രം ഡേഞ്ചർ എന്നുള്ളത്. അപ്പോ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അപ്പൊ ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഒരു സെറ്റേ വയ്ക്കുള്ളൂ. ഒരു കത്തിയായിരിക്കും ചിലപ്പോ അവിടെ ഉണ്ടാവുന്നത്. ഒരു 20 കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു കത്തി ഉണ്ടാവും. എല്ലാവർക്കും ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ക്യൂ ആയിട്ട് നിൽക്കും, സ്വന്തം ടേൺ. അപ്പൊ അവിടെ ഒരു പേഷ്യൻസ് പഠിക്കുവാണ്. കാരണം എനിക്കിത് ചെയ്യണം, അപ്പൊ അതുകൊണ്ട് ഞാൻ കാത്തിരുന്നാലേ എനിക്കിതിനുള്ള അവസരം കിട്ടുള്ളൂ. അപ്പൊ അവരിങ്ങനെ അവരുടെ ടേൺ ആവുന്നതിനനുസരിച്ച് അവരെങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ അവരിൽ പേഷ്യൻസ് ഉണ്ടാവുക. നമ്മള് വീട്ടിൽ ഇപ്പം പല പല സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇങ്ങനെ കത്തി കൊണ്ട് മുറിയാതിരിക്കാൻ ഫിംഗർ ക്യാപ്പ് കൂടാതെ ഒരു മെറ്റാലിക് പോലെ ഇങ്ങനെ ഫിംഗറിൽ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കൈ നീങ്ങി പോയി കട്ട് ചെയ്ത് പോകുമ്പോഴും ഈ കത്തി നമ്മുടെ വിരലുമായിട്ട് കൊള്ളില്ല.
അത് മാത്രല്ല നമ്മളുടെ വിരൽ എത്ര പ്രാവശ്യം മുറിയുന്നു, പക്ഷെ കുട്ടി വളരെ ശ്രദ്ധയോടെ ചെയ്യും. ഗ്ലാസ് പ്ലേറ്റുകള്, ഗ്ലാസ് ആണ് പൊട്ടുന്ന അവർക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ സൂക്ഷിച്ചായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അവരുടെ ആ ഒരു കീൻ ഒബ്സർവേഷനും ഒക്കെ നമ്മൾ ശ്രദ്ധയില്ലാതെ നമ്മൾ പലപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ നിന്ന് വീണ് പൊട്ടാറുണ്ട്. കുട്ടിയോട് ഇത് ഗ്ലാസ് ആണ് പൊട്ടുന്നവന് അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി വളരെ ശ്രദ്ധിച്ചേ കൊണ്ടുപോകും. നമ്മൾ ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കുട്ടി ശ്രദ്ധിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം അവൻ അങ്ങനെ സംഭവിച്ചു, വെള്ളം പോയി. രണ്ടാമത് ശ്രമിക്കുമ്പോൾ കുറച്ച് ഒന്ന് കൺട്രോൾ ആയിട്ടുണ്ടാവും ഒരു ആക്ഷൻ. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം പോർ ചെയ്യുന്നതിന്റെ ആ രീതി അവന് മനസ്സിലാകും, ആ ആക്ഷനിൽ കൺട്രോൾ വരും. അതുപോലെ തന്നെയാണ് ഗ്ലാസ് പാത്രങ്ങളും ഗ്ലാസിന്റെ ടംബ്ലർ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ ശ്രദ്ധിച്ച് ചെയ്താൽ, അവര് അത് പൊട്ടും എന്നുള്ളത് മനസ്സിലാക്കി അവരെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതില് ആ ആക്ഷന്റെ കൺട്രോൾ അവർക്ക് കിട്ടും, മാസ്റ്റർ ആവും. ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് മാൻ ബിലോങ്സ് ടു നേച്ചർ. കാരണം പ്രകൃതിയിൽ നിന്ന് തന്നെ വന്നവരാണല്ലേ, പ്രകൃതിയുമായി വളരെ ഇണങ്ങി കഴിഞ്ഞതായിരുന്നു നമ്മുടെ ആൻസിസ്റ്റേഴ്സ്. ഒരു കുട്ടിയായിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു ടെൻഡൻസിയാണ്, ആ ആൻസിസ്റ്റേഴ്സിന്റെ അതേ ഒരു ടെൻഡൻസി തന്നെയാണ് എപ്പോഴും നേച്ചറുമായിട്ട് കണക്ട്. മണ്ണിലേക്ക് വിട്ട് കഴിഞ്ഞാൽ, മുറ്റത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ കുട്ടികൾ മണ്ണിൽ കളിക്കുന്നത് നമുക്ക് കാണാം അല്ലെ, ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി. അപ്പൊ അവരെപ്പോഴും നേച്ചറുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ ഇവർക്ക് കുറെ അവരുടെ പല ഏരിയയിലും ഡെവലപ്മെന്റ് വരും. അത് കുട്ടിയുടെ ബോഡി ആൻഡ് സ്പിരിറ്റിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പം നേച്ചറുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പിള്ളേരിനൊക്കെ മണ്ണിലും ചെളിയിലും ഇടാണ്ട് വളർത്തിയത് ഞാനൊക്കെ കേട്ടോ. പക്ഷെ എന്റെ കുട്ടികൾക്ക് എന്നും സൂക്കടായിരിക്കും. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ആ കുട്ടികൾ മഴവെള്ളത്തില് മഴ പെയ്യണ സമയത്തൊക്കെ ഓടിപ്പോയി കുളിക്കും, ചെളിയില് അങ്ങനെയൊക്കെ കളിക്കും, മണ്ണും കൊണ്ട് തന്നെ കളിക്കുക. ആ പിള്ളേർക്ക് ഒരു സൂക്കടും വരില്ല. നമ്മളവരെ സൂക്ഷിച്ച് വളർത്തുമ്പോഴാണ് അവർക്ക് പ്രശ്നം. മണ്ണിലും ചെളിയിലും ഒക്കെ ഇറങ്ങി കളിക്കണമായിരുന്നു. ഞാൻ ചെയ്യിക്കാറുണ്ട് മാം. ഈ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് ടോയ്സ് ഒക്കെ വാങ്ങി കൊടുത്തിട്ട് ഇവരെ കളിക്കാൻ ഇറക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കട്ട് ചെയ്യുമ്പോഴേക്കും മൂക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര വാശിയാണ്. അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ നൈഫ് വാങ്ങി കട്ട് ചെയ്യും. പക്ഷെ എല്ലാരും എന്നെ വഴക്ക് പറയും, അങ്ങനെ ചെയ്യിക്കല്, കൈ മുറിയും അങ്ങനെ. പക്ഷെ ഞാനതൊന്നും എന്ന് ചെയ്യുമ്പോൾ ഇപ്പൊ ഇതിൽ പഠിച്ചുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയി. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോട്ടില്ല. അതുകൊണ്ട് അവളും അത് ചെയ്യും. എന്റെ കൂടെ നിന്ന് അവളും ഓരോന്നും ചെയ്യും. കൂടെ നിന്ന് ഒരു സ്റ്റൂളൊക്കെ എടുത്തിട്ടിട്ട് എന്റെ ഒപ്പം നിന്ന് തന്നെ കട്ട് ചെയ്യും. ഒരു വട്ടം ചെറുതായിട്ടൊക്കെ ഒന്ന് മുറിഞ്ഞ് ഞാൻ പറഞ്ഞു സാരമില്ല, ചെറുതായിട്ട്. അവളും പിന്നെ അത് വലുതായിട്ടങ്ങ് എടുത്തില്ല, ഇഗ്നോർ ചെയ്ത് വിട്ട്. ചെറിയ മുറിവ, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഞാനിപ്പോ ഇതും കൂടി പഠിച്ചോണ്ട് എനിക്കിപ്പോ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയി. നമുക്ക് എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് സന്തോഷം തോന്നുന്നുണ്ട്. നമ്മളും ചെറുപ്പത്തിൽ അതുപോലെ മണ്ണിലൊക്കെ കളിച്ച് തന്നെയാ വളർന്നേ അല്ലേ. ഇപ്പൊ ഫ്ലാറ്റുകൾ നിങ്ങൾ നോക്കി, അപ്പാർട്ട്മെന്റ്സ് നോക്കി കഴിഞ്ഞാൽ കാണാം വലിയൊരു സ്പേസ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മണ്ണുമായിട്ട് ടച്ച് ആവുന്ന രീതിയിൽ കളിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പലയിടത്തോട്ട് മങ്കി ബാർ ഒക്കെ വെച്ചിരിക്കണം. അപ്പോൾ അത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ സ്പിരിറ്റിന്റെയും ബോഡിയുടെയും ഡെവലപ്മെന്റിന് അത് അത്യാവശ്യമാണെന്നുള്ള രീതിയിൽ അതൊക്കെ അവിടെ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും കേട്ടോ. അപ്പാർട്ട്മെന്റുകളിൽ ഇത്രയും ഏരിയ, ഇങ്ങനെ പ്ലേ ഏരിയ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ശരിക്കും പുറത്തൊരു പാർക്കിൽ പോകുന്നതിനേക്കാൾ നല്ലൊരു അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു അപ്പാർട്ട്മെന്റിൽ ബാംഗ്ലൂർ പോയപ്പോ അവിടെ കുറേ ഏരിയ മുഴുവനും ഈ നിറയെ ലോണും ടൈലൊന്നും ഇട്ടിട്ടില്ല, നിറയെ ഒരു വാക്ക് ചെയ്യുന്ന ഭാഗം മാത്രമേ ഉള്ളൂ ടൈല്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ ചെടികളും പുല്ലും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. പിന്നെ പാർക്ക് പോലെ കുട്ടികളുടെ സീസോ, ഊഞ്ഞാലാടുന്നത്, പിന്നെ മറ്റേ മങ്കി ബാർ എല്ലാം വെച്ചിട്ടുണ്ട്. കുട്ടികളെല്ലാം വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങോട്ട് ഇറങ്ങും. കുറെ കുട്ടികൾ ബോളുമായിട്ട് ഇറങ്ങി കുറെ ബോൾ കളിക്കുന്നുണ്ടാവാം. അപ്പൊ സേഫ് ആണല്ലോ, ഗേറ്റിന്റെ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, കുട്ടികൾ അങ്ങോട്ടൊന്നും പോകില്ല, പ്ലേ ഏരിയ തന്നെയായിരിക്കും. പിന്നെ അത് നല്ല ക്ലീൻ ചെയ്യാനായിട്ടുള്ള സ്റ്റാഫ്, അങ്ങനെയൊക്കെ തന്നെ വേണം. അപ്പൊ പിന്നെ നമ്മള് നാട്ടിൻപുറത്തൊക്കെ കുട്ടികളെ കളിക്കുന്ന പോലെ തന്നെ അവർക്ക് അവിടെയുള്ള അതിനുള്ള സ്പേസും കിട്ടുന്നു. അത് അങ്ങനെ പുതിയ ഇതൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ വീടൊക്കെ വെക്കുന്നവര് സ്പേസ് ഉള്ളവരൊക്കെ ഇങ്ങനെ കിഡ്സ് ഏരിയ സെറ്റ് ചെയ്യാറുണ്ട്. റൂമിൽ ഒരു കിഡ്സ് റൂമായിട്ടൊക്കെ അവർക്ക് പ്ലേ ഏരിയ സെറ്റ് ചെയ്യും. നല്ല മുറ്റമൊക്കെ ഉള്ളവരും അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പൊ ഒത്തിരി വീഡിയോസ് ഒക്കെ കാണാറുണ്ട്.
അപ്പൊ ഡോക്ടർ മോണ്ടിസോറി എപ്പോഴും പറയുന്നത് കുട്ടികളെ എപ്പോഴും നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ വളർത്തണം. പ്ലാന്റ്സും അനിമൽസിനെയും ടേക്ക് കെയർ ചെയ്യുന്നത്. കാരണം നാച്ചുറൽ ഇന്റലിജൻസ് എന്നുള്ളൊരു കാര്യം, അവരിൽ എമ്പതി വരണമെങ്കിൽ അവരിതുപോലെ എല്ലാ ജീവജാലങ്ങളോടും ആ ഒരു കെയറോടുകൂടി പെരുമാറണമെന്നാണ്. കാരണം ചെറുപ്രായത്തിലെ കുട്ടികൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കാണാം. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യാതെ അതിനെയും കെയർ ചെയ്യണം, അതിനെയും വേദനയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അവര് വളരുവാണെങ്കിൽ നല്ലതായിരിക്കും. മോണ്ടിസോറി എൻവയോൺമെന്റില് പെറ്റ്സിന്റെ ഒരു സെഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഗാർഡൻ ഉണ്ട്. കുട്ടികൾ തന്നെ അത് വാട്ടർ ചെയ്യും, ചെടി നടും, അങ്ങനെ കുറെ കാര്യം. ഞാൻ പോയ സ്കൂളിൽ ഞാൻ ചെടി കൊണ്ടുപോയിട്ട് കുട്ടികളെ കൊണ്ട് നടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എൻവയോൺമെന്റ് ഒരു മോണ്ടിസോറി സ്കൂളിലെ, ഇൻഡോർ സ്കൂൾ എന്ന് പറയില്ല, ഞാൻ മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ആ ഒരു അതിന്റെ അകത്തെ ഏരിയയും പുറത്തുള്ളതും വളരെ ലൈവ്ലി ആയിട്ടുള്ളതായിരിക്കും. എല്ലാം ഗ്രോയിങ് തിങ്സ് ആണ്. മീൻസ് എപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും, മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യും. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ഇതെല്ലാം ഉണ്ടാവും. ഈ സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ എന്ന് പറഞ്ഞൊരു 5ാമതൊരു ഏരിയ നമ്മൾ പറഞ്ഞല്ലോ. അവിടെ ചെറിയ ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ലൂപ്പ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈയിങ് ഗ്ലാസ്, പിന്നെ മൈക്രോസ്കോപ്പ്, അങ്ങനെ കുട്ടികൾ ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് അവിടെ പെർഫോം ചെയ്യാറ്. അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി, ഒരു ആംബിയൻസ് എന്ന മനോഹരമായ എൻവയോൺമെന്റ്, അതാണ് ആംബിയൻസ് ഉദ്ദേശിക്കുന്നത്. മോണ്ടിസോറി പറയുന്നത് എൻവയോൺമെന്റ് വളരെ സിമ്പിൾ ആയിരിക്കണം, അവിടെ ഉള്ളതെല്ലാം നല്ല ഡിസൈനിലും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. എന്തെങ്കിലും ഒരു കുഴപ്പമുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അത് അവിടുന്ന് മാറ്റണം. കളർ, അവിടുത്തെ ഉപയോഗിച്ചിരുന്ന കളർ, കാരണം കുട്ടികൾ ഏറ്റവും ആദ്യം സെൻസ് ചെയ്യുന്നത് കളറാണ്. ക്രൊമാറ്റിക് സെൻസ് അവരുടെ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ആ കളറ് നല്ല cheerful ആയിട്ടുള്ള കളർ ആയിരിക്കണം. ആംബിയൻസ് ഓഫ് ദ റൂം മസ്റ്റ് ബി റിലാക്സിങ്, വാം ആൻഡ് ഇൻവൈറ്റ് പാർട്ടിസിപ്പേഷൻ. ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം അല്ലെ. കുട്ടികളെ അങ്ങോട്ട് വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ചില കുട്ടികൾ പറഞ്ഞു കേട്ടില്ലേ, ഇങ്ങനെ അവധി വരുമ്പോൾ സ്കൂളിൽ പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നത്, ആ ഒരു രീതിയിൽ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും സ്കൂളിലേക്ക് പോകാൻ. അങ്ങനെ ഒരു വെൽക്കമിങ് എൻവയോൺമെന്റ് ആയിരിക്കണം ഇത്. എൻവയോൺമെന്റ് ഓരോ ലേണറേയും അത് വെറുതെ അങ്ങോട്ട് വരിക എന്നുള്ളതല്ല, അവിടെ ഇരുന്ന് അവർക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള ആ ഒരു താല്പര്യം അവർക്കുണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എത്രയുമാണ് ആ ഒരു കൺസെപ്റ്റിന് ഫ്രീഡം പറഞ്ഞ് സ്ട്രക്ചർ ആൻഡ് ഓർഡർ, പിന്നെ അറ്റ്മോസ്ഫിയർ, റിയാലിറ്റി ആൻഡ് നേച്ചർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി, അവിടുത്തെ ആ ഒരു ഭംഗി. അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഒരു പ്യുവർ മോണ്ടിസോറി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് മോണ്ടിസോറി മെറ്റീരിയൽസ്. നമ്മൾ എത്രയും നിങ്ങൾ ചെയ്തു നോക്കിയവരുണ്ട്, അത് ചെയ്യുന്നത് കണ്ട ബാച്ച് ഉണ്ട്. അപ്പൊ ഒരു മോണ്ടിസോറി മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമുക്കത് തൊടുമ്പോ തന്നെ ആ ഒരു ഫീല് അത് പ്രത്യേകത തന്നെയാണ്. ഡോക്ടർ മോണ്ടിസോറി കുറെ റിസർച്ചും സ്റ്റഡീസും അനാലിസിസും ഒക്കെ ചെയ്തിട്ടാണ് കുട്ടികളുടെ അറ്റൻഷൻ, അവര് വളരെ എൻജോയ് ചെയ്ത കാര്യങ്ങൾ അവരെ പിടിച്ചിരുത്തണം, അതിന് പറ്റുന്ന രീതിയിൽ ഈ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്ത്. ഇതാണ് ഈ മെറ്റീരിയൽസിന്റെ ഡിസൈൻ ചെയ്യുന്നതിലെ ഒരു ബേസ് എലമെന്റ് എന്ന് പറയുന്നത്. കാരണം കുട്ടി ഇട്ടിട്ട് മടുത്തിട്ടിട്ട് പോകരുത്, വീണ്ടും വീണ്ടും താല്പര്യം തോന്നണം. അപ്പോഴാണ് അവർ ആ വർക്ക് പലതവണ റിപ്പീറ്റ് ചെയ്യുള്ളൂ. പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് അതിന്റെ കൺട്രോൾ കിട്ടുള്ളൂ. അതിൽ നിന്നും ലേണിംഗ് ആണ് ശരിക്കും വരുന്നത്. കുട്ടിക്ക് അതൊരു കളിയായിട്ട് തോന്നും, പക്ഷെ അതിലൂടെ അവൻ പഠിക്കുവാണ് അല്ലെ. വെയിറ്റ് മനസ്സിലാക്കണു, ലെങ്ത് മനസ്സിലാക്കണു, അതുപോലെ തന്നെ സ്മെല്ല് മനസ്സിലാക്കണു, കേൾക്കുമ്പോൾ ഓരോ സൗണ്ട് മനസ്സിലാക്കണം. ഇതെല്ലാം ശരിക്കും ലേണിംഗ് ആണ്. കുട്ടി ലേൺ ചെയ്യുക. നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം അവൻ തന്നെ ആ ആക്ടിവിറ്റിയിലൂടെ ലേൺ ചെയ്യുക. അപ്പൊ അത് അങ്ങനെ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അത്രയും എൻജോയ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യാം. അതായിരുന്നു ഈ മെറ്റീരിയൽസിന്റെ ഡിസൈനിലെ ബേസ് എന്ന് പറയുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തു. അതിലൂടെ അവർ ലേൺ ചെയ്തു, അവർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. കുട്ടികളെ ഈ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഡെമോ കൊടുക്കുമ്പോൾ വളരെ കെയർഫുൾ പ്രസന്റേഷൻ ആയിരിക്കണം. അതായത് ഇപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് ഡെമോ തരുന്നുണ്ട്, വീഡിയോ അല്ലെ. ഡെമോ തരുമ്പോൾ തെറ്റാതെ അത് കെയർഫുൾ ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യണം. കാരണം പിന്നെ ചെയ്യുന്നത് അവരാണ്, അതായത് പിന്നെ ചെയ്യുന്നത് നിങ്ങളാണ് അല്ലെ. ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ തന്നെ ചെയ്യുമ്പോൾ, ഇപ്പോ ഏത് ബാച്ച്, 20ാമത്തെ ബാച്ചിലാണ് ഡെമോ കൊടുക്കുന്നത്.
20ാമത്തെ ബാച്ചിന് ഡെമോ കൊടുക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഡെമോ ശരിക്കും കൊടുക്കാനായിട്ട്. ആ ഒരു പ്രീവിയസ് പ്രാക്ടീസ് നമ്മള് വർക്ക് ചെയ്യുമ്പോൾ ആസ് എ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ എടുത്ത ടോപ്പിക് തന്നെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 50ാമത്തെ ക്ലാസ് ആയിരിക്കും ആ ടോപ്പിക്കിനെ പറ്റി എടുക്കുന്നത്, തിയറി എടുക്കുവാണെന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ 50ാമത് എടുക്കുമ്പോഴും നമ്മൾ അതിന് ഒരു പ്രീ പ്രിപ്പറേഷൻ നല്ലതുപോലെ എടുക്കണം. ഓരോ പ്രാവശ്യവും അപ്ഡേഷൻ നടത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, മുന്നിൽ വരുന്ന കുട്ടികള് 50ാമത് വരുന്ന കുട്ടികളും യുണീക്കാണ് അല്ലെ, വേറെയാണ്. ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളെ പോലെ ആവണമെന്നില്ല അടുത്ത ബാച്ചിൽ വരുന്നത്. അങ്ങനെ അങ്ങനെ കുട്ടികൾക്കനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. അതൊരു ടീച്ചറുടെ കഴിവാണ് കേട്ടോ. മുന്നിൽ വരുന്ന കുട്ടികൾക്കനുസരിച്ച് മാറുക എന്നുള്ളത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിനെ ഡിവൈൻ എന്ന് തന്നെ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു മെഷീൻ വെച്ച് കൊടുത്താൽ പോരെ സെയിം കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോ അത് മുന്നിൽ വരുന്നവരെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ബാച്ചിനെടുത്ത പോലെ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് മാറിയിട്ടുണ്ട്. ചിലർക്ക് ചില ബാച്ചിലൊക്കെ എങ്ങനെ വെച്ചാൽ ആ തിയറി ഇങ്ങനെ അറിഞ്ഞാൽ മതി. ചിലർക്ക് പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ബിസ്മിയ ഷൈമ എല്ലാരും പറഞ്ഞപ്പോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോ തന്നെ അവരുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടില്ല. അവരുടെ ശബ്ദത്തിൽ കൂടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി അല്ലെ. രേവതി സ്കൂളിൽ പോയപ്പോ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോ നമ്മുടെ കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ഇങ്ങനെ ഏതൊക്കെയോ ബാച്ചിൽ കയറിയപ്പോ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇന്ററാക്റ്റീവ് സെഷൻ വന്നപ്പോ തുടക്കം ക്ലാസ് ആയിരുന്നു കേട്ടോ. മിസ് ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങൂ, ലേറ്റ് ആവും, സമയം കുറെ പോയി, ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാറ്റ് ബോക്സിൽ മെസ്സേജ് വന്നെന്ന് അറിയുവാണേ. പുതിയൊരു ബാച്ചാണ്, ഇത് ബാച്ചാന്ന് ഓർമ്മയില്ല. അപ്പം ഞാൻ പറഞ്ഞു ക്ലാസ് എപ്പോഴേ തുടങ്ങി. പ്രേയറിന് മുമ്പ് നിങ്ങൾ ക്ലാസ്സിൽ കയറുമ്പോഴേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലാസ്സിലെ ആ എന്താ പറയാ വൈബിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരിക. ഓരോരുത്തരുടെ സംസാരം തുടങ്ങുമ്പോഴേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാനില്ലെങ്കിൽ പോലും ക്ലാസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ പലതും ഷെയർ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. സെഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞിങ്ങനെ സംസാരിച്ചു കുട്ടികള് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാം, ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടെ ക്ലാസ് തുടങ്ങും, സമയം പോയി. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു ക്ലാസ് എപ്പോഴേ തുടങ്ങി എന്ന് പറഞ്ഞു. അവർക്കറിയില്ലല്ലോ, ആദ്യമായിട്ട് കയറുമ്പോ അറിയണില്ല എങ്ങനെയാന്നുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈമിൽ ശരിക്കും ക്ലാസ് ഒക്കെ തീരുകയൊക്കെ ചെയ്യും നമ്മൾ ഈ PDF മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ. അപ്പൊ അത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഈ ടോപ്പിക് നിങ്ങളുടെ തലയിലേക്ക് നല്ലപോലെ കയറുകയും ചെയ്യും, അത് അവിടെ ഇരിക്കുകയും ചെയ്യും, പോവില്ല. നിങ്ങൾ പിന്നെ വർക്ക് ചെയ്യുമ്പോഴും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ അതിലേക്ക് വരും. അതേസമയം ഇതിലെ മീനിങ് പറഞ്ഞു പോകാനാണെങ്കിൽ ഇതൊന്നും കിട്ടില്ല. നമുക്കൊന്നും നമ്മുടെ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇങ്ങനെ എക്സ്ട്രാ ക്ലാസ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞു പോകുന്നുണ്ടല്ലോ, ഈ റെക്കോർഡ് റൈറ്റിങ്ങും അസൈൻമെന്റും അതെല്ലാം പറയുമ്പോൾ ഒരു റെക്കോർഡിന് ഒരു ക്വസ്റ്റിനൊക്കെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞു ഡൗട്ട്സ് ആണ്, ഭയങ്കര സംശയങ്ങളൊക്കെയാ. ഒരു ബാച്ചിൽ ഞാൻ റെക്കോർഡ് റൈറ്റിംഗ് പറയാൻ തുടങ്ങിയിട്ട് ഒരു ക്ലാസ് കഴിഞ്ഞിട്ടും തീരുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അതൊക്കെയാണ് കുറച്ചൊക്കെ ഡിലേ ആകുന്നത്. അതിന്റെ ടൈം ഒക്കെ ഉണ്ട് ശരിക്കും. ഓക്കെ, മേ ബി എനിക്ക് തോന്നുന്നു നാളെയും കൂടെ നമുക്കൊരു ക്ലാസ് ഉണ്ടല്ലേ. നാളത്തെ ക്ലാസ് തീരുമാനിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടികൾക്ക് പ്രസന്റേഷൻ അത് മോണ്ടിസോറി മെത്തേഡ് മാത്രമല്ല കേട്ടോ, എന്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യണം. നമുക്കൊരു ക്ലാരിറ്റി, ഇപ്പൊ നമ്മൾ വലിയ ക്ലാസ്സിൽ എടുക്കുവാണെങ്കിലും ശരി, നമ്മുടെ ടോപ്പിക് പറയുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോട് പറയുക ഞാനൊന്ന് നോക്കിയിട്ട് അടുത്ത ദിവസം പറഞ്ഞു തരാം, എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഇപ്പൊ ഇല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, കുട്ടികൾ അത് ആക്സെപ്റ്റ് ചെയ്യും. അത് നമുക്കൊരു കുറവൊന്നുമല്ല. നമുക്ക് അറിയില്ലാത്ത കാര്യത്തെ പറ്റി നമ്മൾ അതും ഇതും പറയുന്നതിനേക്കാൾ നല്ലത് അത് അറിഞ്ഞിട്ട് വന്നിട്ട് പറയുവാണല്ലോ. സമയം ചോദിക്കും, അടുത്ത ക്ലാസ്സിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാമെന്ന് പറയും. അതൊന്നും ആസ് എ ടീച്ചർ നമുക്കതൊരു കുറച്ചിലൊന്നുമല്ല. കാരണം അത് നമ്മളൊരു പടിയൊന്നും ഉയരുന്നത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ലെസൺ അത് കൊടുക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് പ്രിസൈസ് ആയിട്ട് കൊടുക്കണം. കാരണം കുട്ടിക്ക് അത് കറക്റ്റ് ശ്രദ്ധിച്ച് കേൾക്കണം ആ രീതിയിൽ. എന്നിട്ട് അത് ഡെമോ കൊടുക്കുമ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുമായിരിക്കും. അവിടെ നമ്മൾ തടസ്സങ്ങളൊന്നും വരുത്തരുത്. കാരണം അത് അവൻ പെർസീവ് ചെയ്യുവാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പെർസീവ് ചെയ്യുവാണ്. അവന്റെ ഉള്ളിൽ ഒരു ഓർഡർ ഉണ്ടാകും. അവനത് മനസ്സിലാക്കി അവൻ ഇനി അത് ചെയ്യണം, സക്സസിലേക്ക് അവൻ പോകണം.
ആ മെറ്റീരിയൽസ് അവൻ പിന്നീട് യൂസ് ചെയ്ത് അവൻ സക്സസ് ആകണമെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടായിരിക്കണം. ആ ഒരു പ്രസന്റേഷൻ വളരെ സിമ്പിൾ ആയിട്ട് സ്ലോ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. കുട്ടിക്ക് ഇൻട്രസ്റ്റ് തോന്നണം. ആദ്യമായിട്ട് വരുന്ന കുട്ടിയെ നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് കൊണ്ടത് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ഇൻട്രസ്റ്റ് തോന്നണമെന്നില്ല. അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിൽ കൂടിയാണ് അവരത് കണക്റ്റഡ് ആകുന്നത്, ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുന്നത്. ഫണ്ടമെന്റൽസ് അവരിലേക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞു സിമ്പിൾ ടു കോംപ്ലക്സ് ആയിരിക്കണം പ്രസന്റേഷൻ. നമ്പർ റോഡ്സ് നിങ്ങൾ കണ്ടു കാണും. നമ്പർ റോഡ്സ് കളർഫുൾ ആയിട്ടുള്ളതാണ്, റെഡും ബ്ലൂവും കൂടെ ബ്ലോക്സ് ആയിട്ടാണ്. അപ്പൊ കൗണ്ട് ചെയ്യുന്നതൊക്കെ റെഡും ബ്ലൂവിന്റെയും ഒക്കെ ആയിട്ട്. ഫസ്റ്റ് നമ്പർ റോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്. ഫസ്റ്റ് അവർ ആ കളർ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് അവർ കളർ ടാബ്ലറ്റ്സ് പഠിച്ചിട്ടുണ്ടാവണം അല്ലേ? അപ്പൊ കളർ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ആ ബ്ലോക്സ് അവർ കൗണ്ട് ചെയ്യാൻ തുടങ്ങണം. അത് തമ്മിലുള്ള ലെങ്ത് ഓരോന്നും ഓരോ ടൈമിലാണ്. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞ് അഡീഷനും കൂടെ പറഞ്ഞ് നമ്മുടെ പണി തീർക്കുക എന്നുള്ളതല്ല. ഫസ്റ്റ് അവർ നമ്പർ ഐഡന്റിഫൈ ചെയ്യട്ടെ. അത് അവരെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കൗണ്ടിങ് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ലെങ്ത്തിന്റെ ഡിഫറൻസ് അത് കറക്റ്റ് ഓർഡറിൽ വെക്കാനായിട്ട് പറയാം, എങ്ങനെ അത് പ്ലേസ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കും. ഇത് ചിലപ്പോൾ 2 or 3 ആഴ്ച എടുത്തിട്ടായിരിക്കും അവർ നമ്പർ റോഡ്സിന്റെ മുഴുവൻ ഫീച്ചേഴ്സ് പഠിക്കുന്നത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഫസ്റ്റ് ഡേ തന്നെ കുട്ടിക്ക് അത് ഡെമോ ചെയ്യുമ്പോൾ ഫുൾ കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു കൊടുക്കരുത്. മനസ്സിലായോ? സിമ്പിൾ ടു കോംപ്ലക്സ്. നല്ല കറക്റ്റ് യൂസ് ചെയ്യാനായിട്ട് അവർ പഠിക്കണം. അങ്ങനെ കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്, സെൽഫ് മെയ്ഡ് ആകുവാണ്. സൈക്കിക് ഡെവലപ്മെന്റ്, ലിസ്റ്റിന്റെ ഡെവലപ്മെന്റും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും എല്ലാം ഡെവലപ്പായി വരും. ആദ്യം കോൺസെൻട്രേഷൻ ആണ് വേണ്ടത്. എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാം? നമ്മൾ പവർ ഓഫ് അറ്റൻഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കോൺസെൻട്രേഷൻ ശരിക്കും അവർക്ക് വരണം. അവർക്ക് കോൺസെൻട്രേഷൻ വരണമെങ്കിൽ അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യണം അല്ലെ? കോൺസെൻട്രേഷൻ ആണ് ഫസ്റ്റ് കുട്ടിക്ക് ബേസ് ആയിട്ട് വരേണ്ടതെന്നാണ് പറയുന്നത്. ആ ഒരു സ്കൂളിലൊക്കെ നമ്മൾ ഇടുമ്പോൾ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ പവർ ആണ് ഏറ്റവും ആദ്യം വേണം. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് വരും. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് അതിപ്പോ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇരിക്കുവാണെന്നുണ്ടോ. ഇവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്ന രീതിയിൽ വേണം. ഡോക്ടർ മോണ്ടിസോറി ആദ്യം ഇതിന്റെ ബ്യൂട്ടി, അതായത് മെറ്റീരിയൽസ് ഇവർക്ക് കാണുമ്പോൾ നല്ല ആ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തു. കുട്ടിയുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം. അങ്ങനെ അപ്പൊ മെറ്റീരിയൽസ് എല്ലാം കുട്ടിയുടെ ഇന്റേണൽ ഫോർമേഷൻ, നമ്മൾക്കറിയാം കുട്ടിയുടെ മൈൻഡ് ഭ്രൂണാവസ്ഥയിലാണ്, അതിനെ ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ആ സ്പിരിച്വൽ എംബ്രിയോനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ കുട്ടിയുടെ ഇന്നർ നീഡ്സിനെ കണക്ട് ചെയ്യുന്ന വിധത്തിലുള്ളതായിരിക്കണം മെറ്റീരിയൽസ്. അതായത് മെറ്റീരിയൽ റൈറ്റ് മൊമെന്റിൽ വേണം കുട്ടികളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതിന് അവൻ റെഡി ആയി എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ആ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ വരുമ്പോൾ തന്നെ കുട്ടിയുടെ മുന്നിലേക്ക് നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുപോകില്ല. കാരണം കുട്ടി ആ എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആകണം, ഈ പറയുന്ന ഫെസിലിറ്റേറ്ററുമായിട്ട് കണക്റ്റഡ് ആകണം. ഈ LKG ക്ലാസ്സിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ കുട്ടികൾ കുറെ പേരൊക്കെ കരച്ചിലായിരിക്കും അല്ലെ, അമ്മയെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇവരെ ആദ്യം ആ ഒരു ക്ലാസ് റൂമുമായിട്ട് കണക്റ്റഡ് ആക്കാൻ വേണ്ടി ടീച്ചേഴ്സ് പാട്ട് പാടും, ഡാൻസ് ചെയ്യും, അവരെ കൊണ്ട് എന്തെങ്കിലും കളികളൊക്കെ കളിപ്പിക്കും അല്ലെ. അങ്ങനെ അവര് ആ കരച്ചിലൊക്കെ മാറി അവർ അതുമായിട്ട് മേർജ്. അതുപോലെ തന്നെയാണ് ഇവിടെ. അതിനു വേണ്ടിയിട്ട് ഡോക്ടർ മോണ്ടിസോറി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ ക്ലാസ് റൂമിലെ പോലെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യണം, നമ്മളൊരു റാപ്പോ ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ. അതിനുവേണ്ടി ട്രഡീഷണൽ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന പോലെ പാട്ടോ ഡാൻസോ ചെറിയ റോൾ പ്ലേയോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് കുട്ടികളെ അങ്ങോട്ട് ഇൻവോൾവ് ആക്കണം. എന്നിട്ട് റൈറ്റ് മൊമെന്റിൽ കുട്ടിയുടെ മുന്നിലേക്ക് ഓരോ മെറ്റീരിയൽസ് ആയിട്ട് കൊടുക്കണം. മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഇത് പറ്റിയതല്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആ മെറ്റീരിയൽസ് മാറ്റിയിട്ട് അവന്റെ ആ ഒരു നമ്മൾക്ക് കുട്ടിയെ മനസ്സിലായി വരും, അവൻ ഏത് ഏരിയയിലാണ് അല്ലെങ്കിൽ ഏതാണ് അവന്റെ ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മെറ്റീരിയൽസ് കുട്ടിയിലേക്ക് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്.
മെറ്റീരിയൽസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്, നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്, നാച്ചുറൽ തിങ്സ് യൂസ് ചെയ്തിട്ടാണ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഫൈൻ ആണ്, കുട്ടികളുടെ ചൈൽഡ് ഫ്രണ്ട്ലി ആണ്, കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഈവൻ മെറ്റീരിയൽസിന്റെ പലതും ബോക്സിലുള്ളതൊക്കെ വളരെ ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ ബോക്സ് വരെ, അതുവരെ ഇങ്ങനെ ഓരോന്നും വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിതില് കുട്ടി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമായിരിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാകും, ഡെമോയിൽ കാണിച്ച കുറെ കാര്യങ്ങൾ അവന്റെ മനസ്സിലുണ്ടല്ലോ, ഇത് ശരിയായിട്ടില്ല എന്നുള്ളത്. പിങ്ക് ടവർ ആണെങ്കിൽ തന്നെ അവൻ തന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. ഓട്ടോ കറക്ഷൻ തന്നെയാണ് അവിടെ വേണ്ടത്. കാരണം നമ്മൾ പോയി ഇത് ശരിയായില്ല, ഇങ്ങനെയല്ല വെക്കേണ്ടത്, ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവനൊരു സെൽഫ് എസ്റ്റീം ഒന്ന് ലോ ആവും, കോൺഫിഡൻസ് ഒന്ന് കുറയും. ഓ ഞാൻ തെറ്റിച്ചല്ലോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. പക്ഷെ അവന് തന്നെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുവാണെങ്കിൽ അത് കറക്റ്റ് ആയി കഴിയുമ്പോൾ അവന് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അത് വേറൊരു ലെവല് തന്നെയാണ്. തന്നെ കറക്റ്റ് ചെയ്യും. അപ്പൊ നമ്മളിത് ഒബ്സർവ് ചെയ്യുക. നമ്മൾ നമ്പർ റോഡ്സ് പറയുമ്പോഴേക്കും നമ്പർ റോഡ്സ് പ്രസന്റ് ചെയ്തു ലെങ്ത് വൈസ്. ആദ്യം നമ്മൾ അതിന്റെ സ്മോൾ ലാർജ് എന്നുള്ള കൺസെപ്റ്റ് കൊടുത്തു, പിന്നെയാണ് അതിന്റെ കളറും ഡിസൈനും നമ്മൾ കൊടുക്കും. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഒരുപക്ഷെ കൊടുക്കും. ഇങ്ങനെയുള്ള ഐസൊലേഷൻ കുട്ടികൾക്ക് അത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാം ഒരുമിച്ച് കൊടുക്കുവാണെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആകും. കാരണം അവർക്ക് അങ്ങനെ അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, അവരുടെ മൈൻഡ് അത്രയും ഡെവലപ്പ് ആയിട്ടില്ല. നമുക്കറിയാം എംബ്രിയോ സ്റ്റേജിലാണ്, അത് ഡെവലപ്പായി വരണം. അപ്പൊ ഫസ്റ്റ് ഒരു കൺസെപ്റ്റിൽ തന്നെ അവർ ഫോക്കസ് ചെയ്ത് അത് കുറവാകുമ്പോൾ അടുത്തയിലേക്ക് അങ്ങനെ പോകണം. അതായത് സിമ്പിൾ ടു കോംപ്ലക്സ് ആ ഒരു രീതിയിൽ വേണം പ്രോഗ്രസ് ചെയ്യാനായിട്ട്. ഈ നമ്പർ റോഡ്സ് തന്നെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ അത് കൗണ്ട് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നു, പിന്നെ ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഓരോന്നും സിമ്പിളിൽ നിന്ന് തുടങ്ങി കോംപ്ലിക്കേറ്റഡ്. അതിന്റെ ലെങ്ത് ആദ്യം അവർ പഠിച്ചു, കളർ പഠിച്ചു, പിന്നെ അത് എങ്ങനെ അത് പ്ലേസ് ചെയ്യണമെന്ന് പഠിച്ചു, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ പഠിച്ചു, കൗണ്ടിങ് പഠിച്ചു, ഓഡ് ഈവൻ കൺസെപ്റ്റ് അവർക്ക് കളറിൽ നിന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് അവര് അഡീഷൻ ചെയ്യും. സിമ്പിൾ പ്രോസസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് ആദ്യം അവരെ ലെങ്ത് ആണ് മനസ്സിലാക്കിയത്, പിന്നെ കളർ മനസ്സിലാക്കി, അങ്ങനെ പോകും. സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ കുട്ടികളെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും അവരെ പഠിപ്പിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. ചെറിയ ക്ലാസ്സുകളിലെ കൗണ്ടിങ് അല്ലേ ആദ്യം കുട്ടി പഠിക്കുന്നത്, പിന്നെ നമ്പർ ഫെമിലറൈസേഷൻ ആയിരിക്കും, പിന്നെ ചെറിയ നമ്പേഴ്സിന്റെ അഡീഷൻ തുടങ്ങും, പിന്നെ വലിയ നമ്പേഴ്സിന്റെ അഡീഷൻ തുടങ്ങും, സബ്ട്രാക്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ ഫ്രാക്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത്, ഡെസിമൽസ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ ക്ലാസ്സിലേക്ക് പോകുമ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് അവർക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഫ്യൂച്ചർ ലേണിംഗിലേക്ക് കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, അതിന്റെ കൂടെ തന്നെ ഫോണറ്റിക് സൗണ്ടും കൂടെ കേൾപ്പിക്കുമ്പോൾ കറക്റ്റ് അവർ ട്രേസ് ചെയ്യുന്നു, അതിന്റെ ഒപ്പം സൗണ്ട് ചെയ്യുന്നു. അപ്പൊ നമ്മള് സൗണ്ട് പറയുമ്പോൾ കറക്റ്റ് ആ ലെറ്റർ ഏതാന്ന് അവര് ഒന്നില്ലെങ്കിൽ എഴുതും, അല്ലെങ്കിൽ ആ ലെറ്ററിന്റെ കാർഡ് എടുത്തവർ കാണിക്കും. അങ്ങനെ അതാണ് ഫോണറ്റിക്സിന്റെ ആ സൗണ്ട് ഓഫ് ആൽഫബറ്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഈ അവരുടെ മസ്കുലർ മെമ്മറിയാണ് ഡെവലപ്പ് ആകുന്നത്. അവരുടെ ടാക്ടൈൽ സെൻസ് ആകുന്നു. അവരതിലൂടെ ട്രേസ് ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിനിൽ അതിന്റെ ഇമേജ് ഇംപ്രഷൻ ആവുന്നു. അവരുടെ ആ ഒരു അതായത് കൈയുടെ വിരലിന്റെ മസിൽസിന്റെ ഡെവലപ്മെന്റിനോട് കൂടി ആ മസ്കുലർ മെമ്മറി ഡെവലപ്പ് ആകുന്നു. പിന്നീട് അവർക്ക് പേപ്പറിലേക്ക് അത് എഴുതാനായിട്ട് പറ്റും. കുറെ പേര് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ടീച്ചിങ് പ്രാക്ടീസിന് സാൻഡ് പേപ്പർ ലെറ്റേഴ്സുമായിട്ട് പോയത്. തുടക്കത്തിൽ കുട്ടികൾക്ക് കോൺക്രീറ്റ് ഐഡിയാസ് ആണ് മനസ്സിലാകുന്നത് അല്ലെ. നമ്മള് ആദ്യമേ തന്നെ അവരെ കൊണ്ട് കൈ പിടിച്ച് എഴുതിക്കുകയല്ല ഇവിടെ ചെയ്തത്. ലെറ്റേഴ്സ് ആദ്യം, നമ്പേഴ്സ് ആദ്യം പരിചയപ്പെടുത്തി, ടാക്ടൈൽ സെൻസ് ഉപയോഗിച്ച് അവരത് സെൻസ് ചെയ്തു, അതിന്റെ ഇമേജ് അവരുടെ മനസ്സിൽ വന്നു, പിന്നെ അവർ എഴുതാനായിട്ട് തുടങ്ങി. ആദ്യം അവർ കണ്ട് തൊട്ട് മനസ്സിലാക്കുക ചെയ്തത്. കോൺക്രീറ്റ് ഐഡിയ ആണ് ആദ്യം വന്നത്.
പിന്നെ അവരുടെ ബ്രെയിനിലുള്ള ആ ഇമേജ് റീകളക്ട് ചെയ്ത് അവർ എഴുതാൻ തുടങ്ങി. അബ്സ്ട്രാക്ട് ഐഡിയ ഇല്ലാത്ത കാര്യം മനസ്സിലുണ്ടായിരുന്നത് ഓർത്തെടുത്ത് അവർ എഴുതാൻ തുടങ്ങി. ഇനീഷ്യലി അവർക്ക് കോൺക്രീറ്റ് ഐഡിയ ഉള്ളൂ. അത് കഴിയുമ്പോൾ 6 years ഒക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് ആ അബ്സ്ട്രാക്ട് ഐഡിയയിലേക്ക് ഡെവലപ്മെന്റ് ആകുകയാണ് ചെയ്യുന്നത്. അസ്യൂം ചെയ്ത് പിന്നെ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത കാര്യങ്ങൾ അവർ പറയാനും പഠിക്കാനും ഒക്കെ തുടങ്ങും. മോണ്ടിസോറി മെറ്റീരിയൽസ് ഓട്ടോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. കുട്ടി തന്നെ പഠിക്കുകയാണ്. അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്നത് അവർ തന്നെ ചെയ്യുവാണ് അല്ലെ. ഒരു ടീച്ചർ അല്ല കൺട്രോൾ ചെയ്യുന്നത്, കുട്ടികൾ തന്നെ ആ എറർ മനസ്സിലാക്കുകയാണ്. ഓൺ മിസ്റ്റേക്സ് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മളും എത്ര പ്രായമായാലും അങ്ങനെയല്ലേ, വേറൊരാൾ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാളും നമ്മൾ തന്നെ നമ്മളുടെ മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്തത് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. വേറൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്കൊരു അസ്വസ്ഥത തോന്നും അല്ലെ. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. ആ നോബ്ഡ് സിലിണ്ടർ കറക്റ്റ് ആ ഗ്രൂവിനകത്ത് ആ പിച്ചിനകത്ത് നമുക്ക് കുട്ടികളെ വെക്കുമ്പോഴേക്കും അവർക്ക് കറക്റ്റ് അത് ആ ഒരു കോൺഫിഡൻസ് ലെവൽ. അപ്പൊ ഓരോ മെറ്റീരിയൽസും അങ്ങനെ തന്നെയാണ്. ഓട്ടോ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് എറർ, ഓട്ടോ കറക്ഷൻ. അങ്ങനെ ആ ഒരു മിസ്റ്റേക്ക് സ്വയം കറക്റ്റ് ചെയ്യുമ്പോൾ അവര് പെട്ടെന്ന് തന്നെ അവരുടെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് പോകും. വേറൊരാള് കറക്റ്റ് ചെയ്യുമ്പോൾ പകുതിക്ക് വെച്ച് അവർ ആ ഗോള് മുറിഞ്ഞു പോവാ അല്ലെ. പിന്നെ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നില്ല. അതാണ് പൊതുവെ നടക്കുന്നത്. തന്നെയാകുമ്പോൾ അവർ ആ ഗോളിലേക്ക് പെട്ടെന്ന് തന്നെ അവര് എത്തുകയും ചെയ്യും. ഇതൊക്കെയാണ് അതിനകത്ത് ആ കണ്ടന്റിൽ പറയുന്ന കാര്യങ്ങൾ. ഇപ്പം മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിള്, മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. നമ്മളിപ്പോ കുട്ടി കറക്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കുട്ടികൾ തന്നെ അവരുടെ എറർ മനസ്സിലാക്കി അവരവരുടെ ഗോളിലേക്ക് മൂവ് ചെയ്യുന്നത്. ഈ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല, ഈ എറർ വരുന്നത് പിടികിട്ടുന്നില്ല എന്ന് വിചാരിച്ചു. അതിന്റെ അർത്ഥം ആ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് കുട്ടി ആയിട്ടില്ല എന്നുള്ളത്, ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മള് ബീഡ്സ് യൂസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. കുട്ടി ആഡ് ചെയ്തത് കൗണ്ട് ചെയ്തപ്പോ കറക്റ്റ് ആയി, പക്ഷെ ആഡ് ചെയ്ത ആൻസർ 7 എന്നുള്ളതിന് പകരം 8 ആണ് എഴുതി വെക്കുന്നതെങ്കിൽ അതിനർത്ഥം 7ഉം 8ഉം കൂടിയുള്ള ആ ഒരു ഡിഫറൻസ് അവന് മനസ്സിലായില്ല. 7 മനസ്സിൽ വിചാരിക്കുമ്പോൾ 8 ആണ് ആള് എഴുതി വെക്കുന്നത്. അപ്പൊ അതിനർത്ഥം നമ്പർ ഫെമിലറൈസേഷൻ കറക്റ്റ് ആയിട്ടില്ല. പലതവണയായിട്ടും സെയിം എറർ റിപ്പീറ്റ് ചെയ്യാണ്, കറക്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തോ ചെറിയൊരു മനസ്സിലാക്കലിന്റെ പ്രശ്നം വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടിങ്ങും ചെയ്യിക്കണം. ഈ നമ്പർ ഫെമിലറൈസേഷൻ ഒരു സാൻഡ് പേപ്പർ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് യൂസ് ചെയ്തിട്ടോ ഒക്കെ നമ്പർ ഫെമിലറൈസേഷൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വീണ്ടും തിരിച്ച് അത് ഓക്കെ ആണെന്ന് തോന്നി കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരിക. ഇനി മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക് റൂൾസ് ആണ് നെക്സ്റ്റ്. ഈ ഒരു പർപ്പസും ഇല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്ന ടോയ്സ് ഒന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി മെറ്റീരിയൽസ്. ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലും ത്രൂ ഔട്ട് ആക്ടിവിറ്റി ചെയ്യുന്നതിലും നമ്മൾ യൂസ് ചെയ്യുന്ന മാറ്റിന് തന്നെ വളരെയധികം പർപ്പസ് ഉണ്ട് അല്ലെ. അതിലൂടെയാണ് കുട്ടി ചുറ്റുപാടിനെ റെസ്പെക്ട് ചെയ്യുന്നതും ചുറ്റുമുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യുന്നതും ചുറ്റുപാടിനെ ഡിസ്റ്റർബ് ഉണ്ടാക്കാത്തതിന് കാരണം ആ ഒരു സിമ്പിൾ മാറ്റാണ്. അപ്പൊ ഓരോന്നിനും ഓരോ സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. അങ്ങനെ സ്പെഷ്യൽ പർപ്പസോട് കൂടിയാണ് ഓരോ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മെറ്റീരിയൽസിനെ വളരെ റെസ്പെക്റ്റോട് കൂടി വേണം അവര് ട്രീറ്റ് ചെയ്യാൻ. അവർക്ക് നമ്മളെ വീട്ടിലാണെങ്കിൽ കുട്ടികൾക്ക് അവർ ഇഷ്ടപ്പെട്ട ഒരു ടോയ് ഉണ്ടെങ്കിൽ അവരത് നാശമാകാതെ കൊണ്ട് നടക്കും അല്ലെ. അതിന്റെ ഒപ്പമായിരിക്കും കിടന്നുറങ്ങുന്നത്. എന്ത് പറയണോ, നമ്മള് എത്ര വലുതായാലും ചില സാധനങ്ങൾ ആളുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ സിനിമയിൽ ഉർവശി എന്ന് പറയും,
ആദ്യമായിട്ട് മാങ്ങയിലെ കല്ലെന്നൊക്കെ പറയുന്ന പോലെ ആദ്യമായിട്ട് ബ്രഷ് ചെയ്ത് ആ ബ്രഷ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചില കാര്യങ്ങളോട് വളരെ ഇഷ്ടം ഉണ്ടാവും. അപ്പൊ അത് അത്രയും റെസ്പെക്റ്റോടുകൂടി ട്രീറ്റ് ചെയ്യും. നല്ല രീതിയിൽ തന്നെ അവരത് ഹാൻഡിൽ ചെയ്യും. അതുകൊണ്ടാണ് ഫ്രീഡം ഓഫ് ചോയ്സ് അവിടെ ഇമ്പോർട്ടന്റ്. ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ അവർ സെലക്ട് ചെയ്യുമ്പോൾ അവരത് അത്രയും ടേക്ക് കെയർ ചെയ്യും. ഒരു അപകടം ഒരു അതിനെ മോശമായ രീതിയിൽ അവർ ഉപയോഗിക്കില്ല, അത് നശിപ്പിക്കില്ല ആ ഒരു രീതി. നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്ന കുട്ടികളെല്ലാം നോർമലൈസ്ഡ് അല്ല. കുട്ടികളിൽ പല രീതിയിലുള്ള ഡീവിയേഷൻസ് ഉണ്ട്. ഈ ഡീവിയേഷൻസ് അവർക്ക് മാറി അവരെ നോർമലൈസ്ഡ് ആക്കണം. അത് പലപ്പോഴും ഈ മെറ്റീരിയൽസ് തന്നെയാണ്, അതുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഡീവിയേഷൻ മാറി അവരെ നോർമലൈസ്ഡ് ആക്കുന്നത്. സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾക്ക് തോന്നുന്ന മെറ്റീരിയൽസ് അല്ല കൊടുക്കുന്നത്. അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് തന്നെ പ്രൊവൈഡ് ചെയ്യും. ആ കുട്ടികളുടെ നീഡ് എന്താണോ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അറ്റ്മോസ്ഫിയർ, അവരിയ്ക്കുന്ന ചെയർ പോലും അവരുടെ നീഡ്സിനനുസരിച്ചുള്ളതായിരിക്കും. ഒരു മെറ്റീരിയൽ വെച്ച് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടികള് അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എല്ലാം എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് അവര് ആ മാറ്റിലോ അല്ലെങ്കിൽ ടേബിളിലോ, മെയിൻലി മാറ്റ് തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്, ഓർഡറിൽ തന്നെ അവരത് പ്ലേസ് ചെയ്യണം. അവർ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വർക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾ തിരിച്ച് അതുപോലെ തന്നെ അത് തിരിച്ച് ഷെൽഫിൽ കൊണ്ടുവയ്ക്കണം. അത് ആ ഓർഡറിൽ അടുത്ത കുട്ടിക്ക് വരുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അത് അവിടെ ഇരിക്കണം. ആ രീതിയിൽ ഗുഡ് ഓർഡറിൽ വേണം ആ കുട്ടി അത് വെക്കാൻ. കുട്ടിക്ക് ആ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഈ മെറ്റീരിയൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമല്ലോ, നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ലെസൺ. നമ്മൾ കൊടുക്കുന്ന ഡെമോയ്ക്ക് പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ലെസൺ. അത് ആ മെറ്റീരിയൽസ് ചുമ്മാ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ടീച്ചർക്ക് അതായത് ഫെസിലിറ്റേറ്റർക്ക് കുട്ടിയുടെ ഇന്നർ പ്രോഗ്രസ് മനസ്സിലാക്കുക. നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മൾ ഡെമോ കൊടുക്കുമ്പോൾ കുട്ടി അത് എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതും നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്യുക മാത്രമല്ല, നമ്മൾ ഡെമോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവനെ ഡിസ്റ്റർബ് ചെയ്യാതെ മാറി നിന്ന് അവനെ ഒബ്സർവ് ചെയ്യണം. അവൻ എങ്ങനെയാണ് ആ മെറ്റീരിയൽ ചെയ്യുന്നതെന്നുള്ളത്. ജനറലി ലെസൺസ് നമ്മൾ ഇൻഡിവിജ്വൽ ബേസിസിലാണ് കൊടുക്കുന്നത്. ഗ്രൂപ്പായിട്ട് ഇവിടെ ആക്ടിവിറ്റി കൊടുക്കാറില്ല. കുട്ടികൾക്ക് ഗ്രൂപ്പായിട്ട് ചെയ്യണമെന്ന് അവർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടക്കുകയുള്ളൂ. ഇതിങ്ങനെ ഇൻഡിവിജ്വൽ ബേസിസിൽ കൊടുക്കുന്നതിന് കാരണം എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കണമെന്നില്ല ഇത് കൺസ്യൂം ചെയ്യുന്നത്. ഒരു കുട്ടി മനസ്സിലാക്കുന്ന പോലെ ആവണമെന്നില്ല മറ്റു കുട്ടി. നമ്മൾ ട്രഡീഷണൽ ക്ലാസ് റൂമിലെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ, ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം കൊടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കില്ല പ്രോബ്ലം ചെയ്ത് തീരുന്നത്. ഫണ്ടമെന്റൽ ലെസൺസ് ഒരു ക്രൂഷ്യൽ ഇംപ്രഷൻ ആണ് ഉണ്ടാക്കുന്നത്. എക്സ്റ്റേണൽ വേൾഡുമായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള, ഡിസിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നു. മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകത. അത് ക്ലിയർ ആണ്, സയന്റിഫിക് ആണ്, പ്രീ ഡിറ്റർമിൻഡ് എന്നുള്ള രീതിയിലാണ് ചുറ്റുപാടുമുള്ള അവന്റെ ആ സറൗണ്ടിങ്സ്, ആ നല്ല ആംബിയൻസ് ഉള്ള സറൗണ്ടിങ്സിൽ നിന്നും എന്തെല്ലാമാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ഈ മെറ്റീരിയൽസ് ആ ഒരു എൻവയോൺമെന്റുമായിട്ട് നല്ല രീതിയിൽ എക്സ്റ്റേണൽ പുറത്തുള്ള ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ മെറ്റീരിയൽസിന്റെ പ്രത്യേകത. മെറ്റീരിയൽസ് കുട്ടിയെ കണക്ട് ചെയ്യും. അവൻ വൺസ് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പൊ പിങ്ക് ടവർ അവൻ സ്റ്റാക്ക് ചെയ്തു, അവൻ ആ ടവറിന്റെ ഷേപ്പ് അവന്റെ മനസ്സിലുണ്ട്. അവൻ പുറത്തേക്ക് പോകുമ്പോൾ പുറത്തൊരു ടവർ കാണുവാണെങ്കിൽ ഇവൻ കണക്ട് ചെയ്യും. ബ്രൗൺ സ്റ്റെയർ, അത് സ്റ്റെയറിന്റെ ആ ഒരു കൺസെപ്റ്റ്, അത് പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ സ്റ്റെയർ കയറുമ്പോൾ അവന്റെ മനസ്സിൽ ഇതായിരിക്കും. നമ്മളുടെ കുട്ടികളെ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്റെ സ്കൂളിൽ ഇതുണ്ടായിരുന്നു, അത് ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറില്ല. ഇവരെപ്പോഴും എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ഇവരെ ക്രൂഷ്യലി കണക്ട് ചെയ്യിക്കുന്ന, കോണ്ടാക്ട് ചെയ്യിക്കുന്ന ഒന്ന് തന്നെയാണ് സയന്റിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഒരു ടീച്ചർ, ഒരു ഫെസിലിറ്റേറ്റർ, ഇത് പ്രസന്റ് ചെയ്യുന്ന ഫെസിലിറ്റേറ്റർക്ക് ഈ മെറ്റീരിയൽസിനെ കുറിച്ച് തറോ നോളജ് ഉണ്ടായിരിക്കണം.
ഇതെങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നും കുട്ടികൾക്കനുസരിച്ച് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നും ഈ മെറ്റീരിയൽ എന്ത് പർപ്പസിനുള്ളതാണെന്നും ഈ മെറ്റീരിയൽ കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അവരെന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, എന്തെല്ലാം അവർ കണക്ട് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നല്ലപോലെ നോളജബിൾ ആയിട്ടുള്ള ഒരു ടീച്ചർ മാത്രമാണ് ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യാൻ പാടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു തറവ് നോളജ് ആ ഒരു ഫെസിലിറ്റേറ്റർക്ക് ഉണ്ടാകണം. നല്ല പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. കുട്ടിയെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നല്ല പ്രാക്ടീസ് ഈ ഫെസിലിറ്റേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഈ ഫണ്ടമെന്റൽ ലെസൺസിന് മെയിൻ ആയിട്ട് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പലപ്പോഴും എക്സാമിന് ഞാൻ ചോദിക്കാറുണ്ട് ഫണ്ടമെന്റൽ ലെസൺസിന് എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ വിച്ച് വൺ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫണ്ടമെന്റൽ ലെസൺസ് ഓഫ് ദി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ബ്രിവിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. ബ്രിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുട്ടികൾക്ക് ഡെമോ കൊടുക്കുവാണല്ലോ അല്ലെ. കുട്ടിക്ക് വലിയ ലെക്ചർ ക്ലാസ് ഒന്നും കേൾക്കാനുള്ള ക്ഷമയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ഈ ആക്ടിവിറ്റി ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി മാത്രമാണ് അവൻ ക്ഷമയോടെ അവതരിക്കുന്നത്. എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയണമല്ലോ. അപ്പൊ വളരെ ബ്രീഫായിട്ട്, ബ്രിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഫായിട്ട്, ഷോർട്ടായിട്ട്. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട്. ഒബ്ജക്ടിവിറ്റി, അതായത് എന്താണോ നമ്മൾ പറയേണ്ടത് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണോ അവരത് ഒബ്സർവ് ചെയ്യുന്നത്. എന്താ പറയാ, നോബ്ഡ് സിലിണ്ടറിനെ കുറിച്ചാണ് നമ്മൾ പറയണേന്ന് വിചാരിച്ചു. ആ നോബ്ഡ് സിലിണ്ടറിനെ കുറിച്ച് മാത്രം പറയുക, അതിന്റെ കൂടെ നോബ്ലെസ് ചേർക്കരുത്. ആ ഒരു രീതിയിൽ കുട്ടിക്ക് ക്ഷമയില്ല കുറെ നേരം ലെക്ചർ ക്ലാസ് കേൾക്കാനായിട്ട്. 3 ബേസിക് ആയിട്ട് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കൊടുക്കുന്ന ഡെമോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ലെസൺസിൽ ഉണ്ടായിരിക്കേണ്ടത്. ബ്രിവിറ്റി, ബ്രീഫായിട്ട്, അതായത് ചുരുക്കി പറയുക. സിംപ്ലിസിറ്റി, സിമ്പിൾ ആക്കുക. അതുപോലെ തന്നെ ഒബ്ജക്ടിവിറ്റി, അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പറയും. വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ടീച്ചർ, ഈ ഫെസിലിറ്റേറ്റർ നല്ല രീതിയിൽ തന്നെ മെറ്റീരിയല് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കണം. ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മാറണം. എന്നിട്ട് കുട്ടി തന്നെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഈ പ്രസന്റേഷന് ശേഷം ഫെസിലിറ്റേറ്റർ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് കുട്ടിയോട് ചെയ്യാനായിട്ട് പറയും. കുട്ടി ആ മെറ്റീരിയൽ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഫെസിലിറ്റേറ്റർ കുട്ടിയുടെ അടുത്ത് തന്നെ നിന്ന്, അടുത്ത് മീൻസ് അവനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നിന്ന് അവന്റെ ആക്ഷൻസ് ഒബ്സർവ് ചെയ്യണം. അവന്റെ ലിബർട്ടീനെ തടസ്സപ്പെടുത്തരുത്, ഇൻപേർട്ട് ചെയ്യരുത്. ആ ലിബർട്ടീനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻസോ മൂവ്മെന്റോ ഫെസിലിറ്റേറ്ററുടെ ഭാഗത്തു നിന്നുള്ളത്. നമ്മൾ ഇടപെടരുത് ആവശ്യമില്ലാതെ. പിന്നെ കുട്ടിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക. താല്പര്യമില്ല, ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവനപ്പോ ഇതവന്റെ ചോയ്സ് അല്ല, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടില്ല എന്ന് മനസ്സിലാക്കി നമുക്ക് പിന്നെ മാറ്റാം. അതൊക്കെ ചെയ്യാം. അവിടെ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാം. പിന്നെ അവർക്ക് കൺട്രോൾ ഓഫ് എറർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും അവർക്ക് നമ്മുടെ സപ്പോർട്ട് വേണം തോന്നുവാണെങ്കിൽ നമുക്ക് ഇടപെടാം. പക്ഷെ ആ ഇടപെടുക എന്നുള്ളത് നെഗറ്റീവ് രീതിയിലാകരുത്. നിനക്ക് എന്താ അറിയാത്തെ, ഫുൾ തെറ്റാണല്ലോ ചെയ്യുന്നത്, ആ രീതിയിലുള്ള കമന്റ്സ് ഒന്നും നമ്മുടെ അടുത്ത് നമുക്കൊന്നുകൂടെ ചെയ്യാമെന്നോ അങ്ങനെ ഒരു വളരെ അതിനെ ഒന്ന് സൂത്തൻ ചെയ്യണം. അതായത് നാച്ചുറൽ ആയിട്ട് കുട്ടിയുടെ എഫേർട്ടിൽ ചെയ്യണം. നമ്മൾ കുട്ടിയുടെ അൺനാച്ചുറൽ എഫേർട്സ് വരുന്ന രീതിയിൽ പ്രൊവോക്ക് ചെയ്യരുത്. ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ വേഗം ചെയ്യുക സമയം കഴിയാറായി എന്നൊക്കെ പറയുമ്പോഴേക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് കുട്ടിയുടെ സൈഡിൽ നിന്ന് വരില്ല. കാരണം ഓരോ കുട്ടികൾക്കും ഓരോ സ്പീഡ് ആയിരിക്കുമല്ലോ. അപ്പൊ അതാണ് ഈ ഒരു പ്രസന്റേഷനിലും കുട്ടി ചെയ്യുമ്പോഴും ആസ് എ ഫെസിലിറ്റേറ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും, ഈ കുട്ടിയുടെ പ്രോഗ്രസ് മനസ്സിലാക്കാനായിട്ട് പറ്റും, കുട്ടിയുടെ പൊട്ടൻഷ്യൽ ഏത് ഏരിയയിലാണെന്നും ഇൻട്രസ്റ്റ് ഏത് ഏരിയയിലാണെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് എപ്പോഴും നമ്മള് എന്താ പറയാ, തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഒരു റിപ്പീറ്റേഷൻ, ലെസൺസ് റിപ്പീറ്റ് ചെയ്യോ. അതുപോലെ തന്നെ കുട്ടിക്ക് തോന്നരുത് നോട്ട് ടു മേക്ക് ദ ചൈൽഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷനോ വേർഡോ കുട്ടിയിലേക്ക് പോകരുത്. അങ്ങനെയുള്ളത്. കുട്ടി മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ ടീച്ചർ ഒബ്സർവ് ചെയ്യുവാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ പറയുന്നത്. റെസ്പോൺസിൽ നിന്നും മനസ്സിലാക്കുകയാണ് കുട്ടി ചിലപ്പോ
ടീച്ചർ പറഞ്ഞു കൊടുത്തത്, ഈ ഫെസിലിറ്റേറ്റർ പറഞ്ഞു കൊടുത്തത് ശരിയായ രീതിയിലല്ല കുട്ടി മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് നമുക്ക് ഇടപെടാം. കാരണം നമ്മൾ ഡെമോ കൊടുത്തു, പക്ഷെ ഇവർ ചെയ്തു വന്നപ്പോ അതിനൊരു മിസ്റ്റേക്ക് വന്നു. കാരണം ഒരു ബാച്ചിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്, ഈ നമ്പർ റോഡ്സ് അതിന്റെ അതേ കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ അഡീഷൻ ബോർഡിന്റെയും സ്ട്രിപ്പുകൾക്ക്. ശരിയല്ലേ? ബ്ലൂവും റെഡും ആണ് സ്ട്രിപ്പ് വരുന്നത്, നമ്പർ റോഡ്സ് വന്നിരിക്കുന്നതും ബ്ലൂ റെഡിന്റെ കോമ്പിനേഷനിലാണ് അതിന്റെ ബ്ലോക്സ്. അപ്പോ ഒരു ബാച്ച് വന്നവര് തന്നെ മെറ്റീരിയൽസ് എടുത്ത് ചെയ്ത് തുടങ്ങുവാണ്. അപ്പൊ നിങ്ങൾ പല പല ഗ്രൂപ്പ് ആയതാണ്. ഞാൻ വേറൊരു ഗ്രൂപ്പിലായിരുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോ ഈ സ്ട്രിപ്പ് ഇവര് കറക്റ്റ് അല്ല വെച്ചിരിക്കുന്നത്. അത് മാത്രല്ല, സ്ട്രിപ്പിന്റെ കൂടെ അഡീഷൻ ബോർഡും കാണുന്നില്ല, സബ്ട്രാക്ഷൻ ബോർഡും കാണുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങള് നമ്പർ റോഡ്സ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മള് അത് കുട്ടികളോട് എങ്ങനെ ടീച്ചർ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് അഡീഷനും സബ്ട്രാക്ഷൻ ചെയ്യാനുള്ള സ്ട്രിപ്പാണ്, സെയിം കൺസെപ്റ്റിൽ തന്നെയുള്ള കളറിൽ വരുന്നതാണ് നമ്പർ റോഡ്സ്, അത് വേറെയാണെന്ന് പറഞ്ഞിട്ട് അത് എടുത്തു കൊടുക്കും. അപ്പോഴാ ശരിയാണല്ലോ എന്ന് അവര് പറഞ്ഞു. കാരണം ആ ഓൺലൈനിൽ ആ ഡെമോ കണ്ട് അത് ഒറ്റ തവണയല്ലേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ പോലും ആ ഒരു ദിവസം കണ്ടു അതങ്ങ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ കുറെ ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് നേരിട്ട് വരുന്നത്. നിറയെ തറോ പ്രാക്ടീസ് വേണം. ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് ചെയ്താലും നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് മാക്സിമം അതിന്റെ ആകെയുള്ള ഓപ്ഷൻസ് നമ്മുടെ ക്ലാസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് നല്ല ഈ പുറത്തുള്ള മോണ്ടിസോറി സ്കൂളുകളുടെ നല്ല വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. പലരും പല രീതി ചെയ്യുന്നുണ്ടാവും, മെത്തേഡ് പല രീതി ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഓതന്റിക് മെത്തേഡ് ഒക്കെ സെയിം തന്നെയാണ്. ടീച്ചർ കൊടുത്ത ഇൻട്രൊഡക്ഷൻ, ആ ഒരു പ്രസന്റേഷൻ ശരിയായ രീതിയിൽ കുട്ടി മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടപെടാം. നമുക്ക് ആ മെറ്റീരിയൽസ് മാറ്റിവെച്ച് വേറൊരു ദിവസം ചെയ്യാമെന്നോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയാം. അപ്പൊ റെസ്പോൺസ് പോസിറ്റീവ് ആണെങ്കിൽ കുട്ടി നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി, ഇടപെടേണ്ട. അതാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ആസ് എ ഫെസിലിറ്റേറ്റർ. പിന്നെ എത്ര തവണ ഇപ്പൊ അതിന് കുറേ പ്രാവശ്യം അത് വെച്ചിട്ട് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ലോട്ട് ഓഫ് ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് കൊടുക്കുക. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ട് തന്നെയാണ് ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. കുട്ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില കുട്ടികൾ 40-50 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ചിലപ്പോൾ അങ്ങനെ കാണാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഇത് എത്ര തവണയായി ചെയ്യുന്നു, മടുക്കുന്നില്ലേ എന്നൊരു തോന്നൽ നമുക്ക് വരാറില്ലേ? അങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് തറവാകും, കോൺഫിഡൻസ് കൂടും, സെൽഫ് എസ്റ്റീം കൂടും. അങ്ങനെ അവന്റെ സൈക്കിക് നേച്ചർ, അതിന്റെ ഡെവലപ്മെന്റ്, മൈൻഡ് ഡെവലപ്പ് ആകുവാണ്. ഡോക്ടർ മോണ്ടിസോറി സ്പിരിച്വൽ എംബ്രിയോ എന്ന് വിളിച്ച ആ ഒരു സൈക്കിക് പാറ്റേൺ ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്. ഇനി പലതവണ റിപ്പീറ്റ് ചെയ്തു, അവൻ അതിന്റെ മാസ്റ്ററായി, കറക്റ്റ് അതിന്റെ ഗോളിലേക്ക് എത്തി, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആളത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അത് കുട്ടിയുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ ഡെവലപ്മെന്റ് ആണ്. അത് തന്നെ മോണ്ടിസോറി മെത്തേഡിൽ ആക്ടിവിറ്റി ആയിട്ട് ഡോക്ടർ മോണ്ടിസോറി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡോക്ടർ മോണ്ടിസോറി ഈ ഒരു എൻവയോൺമെന്റിൽ ആക്സിഡന്റലി നടന്ന കാര്യങ്ങളെല്ലാം പിന്നെ ഈ മെത്തേഡിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ അവരുടെ ബുക്കൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാകും. അതായത് കുട്ടികള് ഈ പിങ്ക് ടവർ സ്റ്റാക്ക് ചെയ്യാൻ മാത്രമല്ല യൂസ് ചെയ്ത്, ട്രെയിൻ പോലെ അവർ വെച്ചു, 2-3 ഒരുമിച്ച് ചേർത്ത് വെച്ചു. എന്നിട്ട് പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയറും കൂടെ കമ്പൈൻ ചെയ്ത് വെച്ചു. പിന്നെ അത് ഒരു ആക്ടിവിറ്റി ആയി മാറി, കോമ്പിനേഷൻ ഓഫ് പിങ്ക് ടവർ ആൻഡ് ബ്രൗൺ സ്റ്റെയർസ്. അതൊക്കെ കുട്ടികളുടെ മാനിപ്പുലേഷനിലൂടെ വന്ന കുറെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ചെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞു അല്ലെ, പല കാര്യങ്ങളും എങ്ങനെ കൊടുക്കണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, പ്രസന്റ് ചെയ്യുമ്പോൾ ആസ് എ ഫെസിലിറ്റേറ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇങ്ങനെ കുട്ടികൾക്ക് നമ്മൾ ഡെമോ കൊടുക്കണം, നിങ്ങൾ ഡെമോ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡെമോ എങ്ങനെ കൊടുക്കണം, അത് എങ്ങനെ ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതിനൊരു
ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആലോചിക്കുക, നമ്മൾ ഏത് ആക്ടിവിറ്റി കുട്ടി കൊടുക്കുമ്പോഴും അതിൽ ബോണസ് ആയിട്ട് ഉണ്ടാകുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. കുട്ടികൾ എന്ത് കളിക്കുമ്പോഴും അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ് അവരുടെ ഭാഷ ഇംപ്രൂവ് ആകും, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. മാത്സ് ചെയ്യുമ്പോഴും സെൻസോറിയൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോഴും ലൈഫ് സ്കിൽസ് ചെയ്യുമ്പോഴും എല്ലാം കുട്ടികളിൽ ലാംഗ്വേജ് ആണ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഇവിടെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കളർ ടാബ്ലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ്. കളർ ടാബ്ലറ്റ്സ് 3 പീരീഡ് ആയിട്ട് 3 ലെവലില്, പീരീഡ് ലെവൽ എന്നുള്ള രീതിയിൽ 3 ലെവലിലാണ് ടീച്ചേഴ്സ് കളർ ടാബ്ലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്യാം. ഫസ്റ്റ് പീരീഡില് അതിനൊപ്പം തന്നെ ലാംഗ്വേജിന്റെ കളർ മാത്രമല്ല കുട്ടി പഠിക്കുന്നത്, ലാംഗ്വേജും പഠിക്കുക. അപ്പോൾ ടീച്ചർ ആദ്യം ചെയ്യുന്നത്, ഫെസിലിറ്റേറ്റർ ആദ്യം ചെയ്യുന്നത് ഒരു ബ്ലൂ ടാബ്ലറ്റ് കുട്ടിയുടെ മുന്നിൽ വയ്ക്കും. എന്നിട്ട് ഫെസിലിറ്റേറ്റർ അതിനെ ടച്ച് ചെയ്തിട്ട് പറയും ദിസ് ഈസ് ബ്ലൂ എന്ന് പറയും. പെട്ടെന്ന് തന്നെ ആ ബ്ലൂ ടാബ്ലറ്റ് റിമൂവ് ചെയ്തിട്ട് അതിന്റെ സ്ഥാനത്ത് ഒരു റെഡ് ടാബ്ലറ്റ് വെക്കും കുട്ടിയുടെ മുന്നിൽ. എന്നിട്ട് പറയും ദിസ് ഈസ് റെഡ്. അപ്പൊ ഫസ്റ്റ് ലെവലില് ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2 കളർ ടാബ്ലറ്റ്സ് ആണ്. എന്നിട്ട് അത് എന്ത് കളറാണെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ സ്ട്രക്ചറിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു. സെക്കൻഡ് ലെവലിൽ വന്നപ്പോ, സെക്കൻഡ് പീരീഡ് വന്നപ്പോ ആ ടെസ്റ്റ് ഇഫ് ദ നെയിം ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് അത് കുട്ടിയുടെ ഫസ്റ്റ് പീരീഡിൽ കൊടുത്തത് കുട്ടിയുടെ മനസ്സിലുണ്ടോന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ 2 ടാബ്ലറ്റും ഫെസിലിറ്റേറ്റർ 2 ടാബ്ലറ്റും കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ചോദിച്ചു വിച്ച് ഇസ് ദ റെഡ് വൺ. ഫസ്റ്റ് പീരീഡിൽ നിന്ന് കുട്ടി റെഡ് കറക്റ്റ് മനസ്സിലാക്കി ബ്രെയിനിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബ്ലൂ കറക്റ്റ് മനസ്സിലാക്കി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടാബ്ലറ്റ് മുന്നോട്ട് വെക്കുമ്പോൾ വിച്ച് ഈസ് ദ റെഡ് വൺ എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് പീരീഡിൽ ലാംഗ്വേജിന്റെ കൺസെപ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു, ദിസ് ഈസ് അല്ലെ. അപ്പൊ കുട്ടി കറക്റ്റ് വിച്ച് ഈസ് ദ ബ്ലൂ വൺ എന്ന് ചോദിക്കും. അപ്പൊ കുട്ടി കറക്റ്റ് ആണെങ്കിൽ കുട്ടി റെഡ് ടാബ്ലറ്റ് ടച്ച് ചെയ്ത് ദിസ് ഈസ് റെഡ്, ബ്ലൂ ടച്ച് ചെയ്ത് ദിസ് ഈസ് ബ്ലൂ എന്ന് പറയും. ഇനി കുട്ടിക്ക് കളർ കൺസെപ്റ്റ് കറക്റ്റ് കിട്ടിയില്ല, റെഡിനെ ടച്ച് ചെയ്ത് ബ്ലൂന്നും ബ്ലൂവിനെ ടച്ച് ചെയ്ത് റെഡ് എന്നാണ് പറഞ്ഞെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഫസ്റ്റ് ലെവലിലേക്ക് പോകണം. വീണ്ടും ഫസ്റ്റ് ലെവലിൽ ചെയ്ത അതേ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് ലെവലിൽ വരണം. അപ്പൊ കുട്ടി കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ 3ാമത്തെ ലെവലിലേക്ക് പോകണം. ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതുപോലെ വേണം ഓരോന്നും. അത് നമ്മൾക്ക് നമ്മളുടെ രീതിയിലും കുട്ടികളുടെ രീതിക്ക് അനുസരിച്ച് മോഡിഫൈ ചെയ്യാം. തേർഡ് പീരീഡില് ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ടീച്ചർ ചോദിക്കും വാട്ട് ഇസ് ദിസ്, ഇത് എന്താന്ന് ചോദിക്കും. കുട്ടിക്ക് അത് കറക്റ്റ് നെയിം ചെയ്യാനായിട്ട് ഇപ്പൊ വെച്ചത് ബ്ലൂ ടാബ്ലറ്റ് ആണെങ്കിൽ ദിസ് ഇസ് ബ്ലൂ എന്ന് കുട്ടിക്ക് പറയുവാണെങ്കിൽ അടുത്ത ടാബ്ലറ്റ് വെച്ചിട്ട് വാട്ട് ഇസ് ദിസ് എന്ന് വീണ്ടും ചോദിക്കും. അപ്പൊ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യാം. ഈ കറക്റ്റ് തേർഡ് പീരീഡിലും അത് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ വീണ്ടും ഒരു ലൂപ്പ് പോലെ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യണം. ക്ലിയർ ആയോ? കളർ ടാബ്ലറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ 3 പീരീഡ്സ് ആണ് കാണിച്ചത്. ഓക്കെ, ശരിക്കും നമ്മള് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല അല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം, ചെറിയ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കാണ് ഏറ്റവും ലോ പേയ്മെന്റ്. പ്രൊഫസർമാർക്കൊക്കെ ലക്ഷങ്ങൾ സാലറി വാങ്ങുമ്പോൾ നമ്മുടെ ചെറിയ ടീച്ചർമാർക്ക് ചെറിയ പേയ്മെന്റ്. അതിനെന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. പക്ഷെ ഇത് പ്രൊഫസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവര് വന്ന ലെക്ചർ ക്ലാസ് എടുത്താൽ നിർബന്ധമില്ല ശ്രദ്ധിക്കണമോ ശ്രദ്ധിക്കാതിരുന്നാലോ ഒന്നും പ്രശ്നമില്ല. കാരണം അവിടെ വലിയ കുട്ടികളാണ്. അവരിപ്പോ ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്രദ്ധിച്ചാലും ഒന്നും അത് അവരുടെ ഡെവലപ്മെന്റില് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബേസ് ആ ഒരു ടൈമാണ്. ഫണ്ടമെന്റൽസ് എല്ലാം സ്ട്രെങ്തൻ ആകും. ഇപ്പൊ നമ്മൾ ഇന്നൊരു പ്രൊഫസറുടെ ഒരു ക്ലാസ് കേൾക്കുവാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കും. അല്ലെങ്കിൽ എന്താ അതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ റിലേറ്റഡ് എന്തെങ്കിലും ആർട്ടിക്കിൾസ് എവിടെന്നെങ്കിലും എനിക്ക് അറിയണമെങ്കിൽ ഞാൻ വായിച്ചോളാം. അങ്ങനെ നമുക്കൊരു ഡിസിഷൻ ഉണ്ട് അവിടെ അല്ലെ. എനിക്ക് ശ്രദ്ധിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് വേണമെങ്കിൽ ഞാൻ വേറെ എവിടെന്നെങ്കിലും അത് കളക്ട് ചെയ്ത് അത് ഞാൻ തന്നെ പഠിച്ചോളാം എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മുടെ മൈൻഡ് ഡെവലപ്പ് ആയിട്ടിരിക്കുക, നമ്മൾ അതിന്റെ പീക്കിലിരിക്കുക.
പക്ഷെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഏരിയയിലും ആ ഫണ്ടമെന്റൽസ് അത് ഡെവലപ്പ് ആകുന്ന ടൈമാണത്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ വളരെ നമുക്കറിയാം അവരുടെ ഒരു ഹാർമണി, അവരുടെ മ്യൂച്വൽ ലവ്, മ്യൂച്വൽ റെസ്പെക്ട്, സെക്കൻഡ് പീരിയഡും തേർഡ് പീരിയഡും ഒന്ന് പറഞ്ഞു തരുമോ? എന്തോ സെക്കൻഡ് പീരിയഡും തേർഡ് പീരിയഡും പറയാലോ. ഇതൊരു എക്സാമ്പിൾ ആണ്. ഒരു മെറ്റീരിയൽ ഒരു ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലാംഗ്വേജ് എന്നുള്ള കൺസെപ്റ്റും കൂടെ അതിനകത്തേക്ക് വരുന്ന രീതിയിലൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ കളർ ടാബ്ലറ്റ്സ് ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമുക്ക് കളർ ടാബ്ലറ്റ്സ് അറിയാം, 3 ടൈപ്സ് ഓഫ് കളർ ടാബ്ലറ്റ്സ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി. പ്രൈമറിയിൽ 3 കളേഴ്സ് ഉണ്ട്, സെക്കൻഡറിയിൽ 11 കളേഴ്സ് ഉണ്ട്, എല്ലാം പെയേഴ്സിലാണ്. ടേഴ്സറി വരുമ്പോൾ നമുക്ക് 9 കളേഴ്സ് ഉണ്ട്. 9 കളേഴ്സ് ഓരോ കമ്പാർട്ട്മെന്റിലും ആ ഓരോ കളറിന്റെ 7 ഷെയ്ഡ്സ് ആണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി വെച്ചോട്ടോ, കാരണം വൈവയിലൊക്കെ അതൊക്കെ ചോദിക്കാം. അപ്പൊ ഈ ഒരു കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി ഇത് കളർ ടാബ്ലറ്റ് ആണ്, ഇത് ഈ കളർ, അങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കില്ല. കളർ ടാബ്ലറ്റിൽ തന്നെ ആദ്യം ഇവിടെ ആ ഒരു ഫെസിലിറ്റേറ്റർ 2 കളറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു ടാബ്ലറ്റ് കുട്ടിയുടെ മുന്നിൽ വെച്ചു, ഒന്നേ വെച്ചുള്ളൂ, മറ്റേത് കാണിച്ചില്ല, ദിസ് ഈസ് ബ്ലൂ എന്ന് പറഞ്ഞു. അത് മാറ്റിയതിന് ശേഷമാണ് രണ്ടാമത്തെ ടാബ്ലറ്റ് വെക്കുന്നത്, ദിസ് ഈസ് റെഡ്. അപ്പൊ ഫസ്റ്റ് ടാബ്ലറ്റ് കണ്ട് അതിന്റെ കളറ് സെൻസ് ചെയ്ത് കുട്ടി ബ്രെയിനിൽ അതിങ്ങനെ സേവ് ചെയ്ത് വെച്ചു. സെക്കൻഡ് കളർ കണ്ട് അതും സേവ് ചെയ്ത് വെച്ചു. സെക്കൻഡ് പീരീഡ് വരികയാണ്. സെക്കൻഡ് പീരീഡ് വരുമ്പോ ആ ആദ്യത്തെ പീരീഡില് ടാബ്ലറ്റ് കണ്ട് കളർ സേവ് ചെയ്ത് വെച്ചു. ടീച്ചർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും മനസ്സിലുണ്ടാവും, ദിസ് ഈസ് ബ്ലൂ, ദിസ് ഈസ് റെഡ്. രണ്ടാമത്തെ കളർ പീരീഡ് വന്നപ്പോ ടീച്ചർ അത് ക്വസ്റ്റ്യൻ ആയിട്ട് WH ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. കുട്ടിയുടെ മുന്നിൽ 2 ടാബ്ലറ്റ്സ് വെച്ചിട്ട് വിച്ച് ഈസ് ദ റെഡ് വൺ, വിച്ച് ഈസ് ദ ബ്ലൂ വൺ. അപ്പൊ ഫസ്റ്റ് പീരീഡിൽ നിന്ന് നല്ല രീതിയിൽ അത് കൺസ്യൂം ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് റെഡ്, ദിസ് ഈസ് ബ്ലൂ എന്ന് കുട്ടി പറയാനുള്ള ലാംഗ്വേജും ഡെവലപ്പ് ആയിട്ടുണ്ടാകും, കളറും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇനി സെന്റൻസും വരുന്നില്ല, കളറും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് പീരീഡിലേക്ക് പോയിട്ട് ആ ആക്ടിവിറ്റി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും സെക്കൻഡ് പീരീഡിൽ വരും. സെക്കൻഡ് പീരീഡ് കുട്ടി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. റെഡ് ടാബ്ലറ്റ് ടച്ച് ചെയ്തിട്ട് ദിസ് ഈസ് റെഡ് എന്ന് പറഞ്ഞു, ബ്ലൂ ടച്ച് ചെയ്ത് ദിസ് ഈസ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന് കറക്റ്റ് കിട്ടി. അപ്പൊ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകും. ഓരോ ഗെയിം കളിക്കുമ്പോൾ ഓരോരോ ലെവലിൽ പോകുന്ന പോലെ അടുത്ത പീരീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെയിമിങ് കൺസെപ്റ്റ് വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് മുന്നിൽ വെച്ചിട്ട് കുട്ടിയോട് ചോദിക്കുവാണ്, വാട്ട് ഈസ് ദിസ്. ഫസ്റ്റ് പീരീഡില് ഏത് കളറാന്ന് പറഞ്ഞു കൊടുത്തു. സെക്കൻഡ് പീരീഡില് ഏതാണ് ഈ റെഡ് കളർ ഏതാന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ബ്ലൂ കളർ ഏതാന്ന് ചോദിച്ചു. അപ്പോ അങ്ങനെ കളറ് തന്നെ മെൻഷൻ ചെയ്താണ് രണ്ടാമത്തെ പീരീഡിൽ ചോദിച്ചത്. പക്ഷെ മൂന്നാമത്തെ പീരീഡ് ആയപ്പോ കളറ് പറയാതെ തന്നെ വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി ദിസ് ഈസ് റെഡ് എന്ന് പറയാൻ പറ്റണം, അല്ലെങ്കിൽ ദിസ് ഈസ് ബ്ലൂ, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ. ആ നെയിം ചെയ്യാൻ പഠിച്ചു. സെക്കൻഡ് പീരീഡില് നെയിം ടീച്ചർ ചേർത്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. തേർഡ് പീരീഡിൽ വന്നപ്പോ നെയിം ചേർക്കാതെ ക്വസ്റ്റ്യൻ ജനറലി ചോദിച്ചു. ഇതാണ് ഡിഫറൻസ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇത് കളർ ടാബ്ലറ്റ്സിന്റെ കേസാണ്. ഇത് തന്നെ നിങ്ങൾ പല പല മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് പറഞ്ഞേ, നിങ്ങളുടെ ഐഡിയ അനുസരിച്ചും കുട്ടിക്ക് അനുസരിച്ചും വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ മനസ്സിലാക്കിക്കണം എന്നുള്ളത്. ചില ടീച്ചർമാരൊക്കെ കണ്ടില്ലേ, മാത്സ് കുട്ടികളിലേക്ക് ആ ഒരു കൺസെപ്റ്റ് എത്തിക്കാൻ ഭയങ്കര ടഫായിരിക്കും. അവർ അത് റിയൽ ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ടഫായിരുന്ന ആ സാധനം അത്രയും സിമ്പിൾ ആയിട്ട് അവരുടെ ഉള്ളിലേക്ക് കയറും. അതൊക്കെ ആ ഒരു ടീച്ചറുടെ ഒരു പൊട്ടൻഷ്യൽ തന്നെയാണ്. ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. നമുക്കറിയാം, കുട്ടി ജനിച്ചു വരുമ്പോ ആദ്യം വീട്ടിലെ ചുറ്റുപാട് മാത്രമാണ് പരിചിതം, അല്ലെ? കുറച്ച് കഴിയുമ്പോൾ അവർ സോഷ്യലൈസ് ചെയ്യാന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അങ്ങ് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. കൂടി വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ചെറിയ ചെറിയ ഫംഗ്ഷന് കൊണ്ടുപോകുന്നു, ബീച്ച്, പാർക്ക്,
അങ്ങനെ ആരാധനാലയങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്, കൂടുതൽ എക്സ്പ്ലോറേഷൻ നടക്കുന്നത്. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ്. പുറത്തൊരു കമ്മ്യൂണിറ്റി ലൈഫ്, നമ്മളെല്ലാവരും സോഷ്യൽ ബീയിങ് ആണ്, സൊസൈറ്റിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ആ സൊസൈറ്റിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ നോംസ് അനുസരിച്ച്, സൊസൈറ്റിയുടെ നീഡ് അനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെടും, അല്ലെ, അഡാപ്റ്റഡ് ആകും. അപ്പോ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി ലൈഫിലേക്കുള്ള ഡെവലപ്മെന്റ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു വെഡിങ് റിസപ്ഷന് പോയപ്പോ അവിടെ 2 ചെറിയ കുട്ടികൾ, 6 വയസ്സൊന്നും ആയിട്ടില്ല, 5-5.5 വയസ്സ്, ആ കുട്ടികൾ തന്നെ ഭക്ഷണം എടുത്ത് ഒട്ടും വേസ്റ്റ് ചെയ്യാതെ കറക്റ്റ് ചെറിയ എന്തൊക്കെയോ വേസ്റ്റ് ഉണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിൽ ഡംപ് ചെയ്ത് പ്ലേറ്റ് വെക്കേണ്ട സ്ഥലത്ത് കറക്റ്റ് വെച്ചു. അവർ തന്നെ പോയി നല്ലപോലെ കൈ കഴുകി അത് ഹാൻഡ് വാഷും വെള്ളവും ആവശ്യത്തിന് ഉപയോഗിച്ച് ഇതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തു. കാരണം അവർ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാനായിട്ട് അവർ പഠിച്ചു കഴിയും. അപ്പൊ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടെ അവർ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലൈഫിലേക്കുള്ള അവരുടെ ഡെവലപ്മെന്റും കൂടിയാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി എല്ലാം ചെയ്യും. നമ്മുടെ കുട്ടികൾ അവര് ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർക്കും ആ ഒരു തോട്ട്, ദിസ് ഇസ് മൈ ഹോം എന്നൊരു തോട്ട് വരും, അല്ലെ. വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കും. അതുപോലെ തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് വരുമ്പോൾ അവർക്ക് ആ സെൻസ് ഓഫ് ഓണർഷിപ്പ് ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റി. ഇതെന്റെയാണ്, ഇവിടെ ഞാൻ ശ്രദ്ധിക്കണം. ആ എല്ലാം കുട്ടിയുടെ സൈസിലുള്ളതാണ്, ചൈൽഡ് സൈസ്ഡ് ആണ്. അതുപോലെ തന്നെ അവരുടെ എല്ലാ നീഡ്സും, ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്, ഒന്നിനും അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പൊ ദാറ്റ് മീൻസ് അവരുടെ ഈ ഏരിയ എല്ലാം ഡെവലപ്പ് ആകുക. അവർക്കൊരു കാര്യത്തിൽ ഒരാളെ പോയി അപ്രോച്ച് ചെയ്യേണ്ടി വരില്ല, ഒരാളുടെ സഹായം ചോദിക്കേണ്ടതായിട്ട് വരില്ല. എല്ലാം അവിടെ അവരുടെ ചൈൽഡ് ഫ്രണ്ട്ലി ആണ്, ചൈൽഡ് സൈസ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ആ ഹോൾ ഡേ അവിടെ ഇരിക്കുന്ന കുട്ടിക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം. അവരുടെ ഓർഡർ അവൻ മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ 8:30 വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ആ ഒരു ഓണർഷിപ്പ്, സെൻസ് ഓഫ് ഓണർഷിപ്പ്, പിന്നെ റെസ്പോൺസിബിലിറ്റി, ഒരു ഫീൽ ഫോർ ഈച്ച് അതർ ഉണ്ട്. നമ്മുടെ വീട്ടിലും നമ്മൾ അങ്ങനെ തന്നെയല്ലേ. കുഞ്ഞുങ്ങളോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മളെ കണ്ട് അവർ പലതും മനസ്സിലാക്കി, അവർക്ക് ആ ഒരു ഓർഡർ മനസ്സിലുണ്ട്. അവർക്കൊരു റെസ്പോൺസിബിലിറ്റി. അമ്മ എന്തെങ്കിലും ചെയ്യുമ്പോൾ അമ്മയുടെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് കുട്ടി ഇഷ്ടപ്പെടുന്നു എന്ന് പറയണം. കട്ട് ചെയ്യാൻ ഞാനും ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. നമ്മൾ തുണി മടക്കുമ്പോ നമ്മുടെ കൂടെ വന്നിട്ട് തുണി മടക്കും. നമ്മൾ പാത്രം കഴുകുമ്പോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു വരുന്നു. ഇതൊക്കെ അവർക്ക് ആ ഒരു ഫീൽ ഫോർ ഈച്ച് അതർ. അതുപോലെ തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റും. ആ ഒരു മോറൽ ഹെൽപ്പ് ടു അതർ ചിൽഡ്രൻ. പിന്നെ ഇവിടുത്തെ ഏജ് സ്പാനിന്റെ പ്രത്യേകതയുണ്ട്. 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയാണ്. ചെറിയ കുട്ടികൾ വരുമ്പോൾ ഇവർ കാണുന്നത് എൽഡർ, വലിയ ചേട്ടന്മാരെയും ചേച്ചിമാരെയും അവരെ ഫോളോ ചെയ്യാൻ ഇഷ്ടമാണ്. അവർ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അവരെ നോക്കുമ്പോ കാണുന്ന എന്താ, അവര് മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതാ. ഇപ്പൊ വരുന്ന ജൂനിയേഴ്സും അതുപോലെ തന്നെ റോൾ മോഡൽ, അവർ മോഡൽ ചെയ്യും. അത് തന്നെ, അത് കോപ്പി ചെയ്യല്ല, ശരിക്കും മോഡൽ ചെയ്യുവാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് ആ ഒരു എൻവയോൺമെന്റിൽ കാണാനായിട്ട് പറ്റും. അവർക്ക് അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും, നീഡ്സ് എക്സ്പ്രസ് ചെയ്യാനും, അവരുടെ സോഷ്യൽ റിയാക്ഷൻസ് അവരെ എക്സ്പ്രസ് ചെയ്യും. ആ ഒരു ഫ്രീഡത്തിലൂടെ കുട്ടി നല്ല രീതിയിൽ തന്നെ നാച്ചുറൽ ഇൻട്രസ്റ്റ് ഇൻ അതേഴ്സ് ആൻഡ് ഡിസേർവ്സ് ഹെൽപ് ദം ഗ്രോ സ്പോണ്ടേനിയസ്ലി. അതായത് പരസ്പരം ഇവർ തിരിച്ചറിയുന്നു, പരസ്പരം അവർ ഹെൽപ്പ് ചെയ്യുന്നു. ചെറിയ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും. ചിലരുടെ ലിസ്റ്റ് ഓഫ് കുട്ടികളുടെ പേര് പറയാനൊക്കെ കാണാം. ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ തമ്മിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, ഇതൊക്കെ നാച്ചുറൽ ആയിട്ടാണ് അവർക്ക് വരുന്നത്. അങ്ങനെ അവര് ഒരുമിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ ഗ്രോ ചെയ്യും. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ആണ്. ഒരു ടിപ്പിക്കൽ മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കുട്ടികളാണെങ്കിൽ അതിലെ 1/3 3 വയസ്സുണ്ടാകും, 1/3 4 വയസ്സ്, 1/3 5 ഇയറും അതിന് മുകളിലേക്കും ആയിരിക്കും. അങ്ങനെ ഒരു മിക്സഡ് ഏജ് ഗ്രൂപ്പ്, വെർട്ടിക്കൽ ഏജ് ഗ്രൂപ്പിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു ടീം അവിടെ ബിൽഡ് ചെയ്യും. നെക്സ്റ്റ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിനെ കുറിച്ചാണ്. ഞാൻ എല്ലാ ടീച്ചർ എന്നുള്ളതും വെട്ടി ഫെസിലിറ്റേറ്റർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ മാറ്റാം. കാരണം ആ ഒരു ഡിഫറൻസ് അത് ഭയങ്കര തന്നെയാണ്. നമുക്ക് പിന്നെ മനസ്സിലാകാൻ ക്ലാസ് റൂം, സ്കൂള്, ടീച്ചർ എന്നൊക്കെ തന്നെ ഉപയോഗിച്ചാലേ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുള്ളൂ. എന്നാലും
ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ച് എളുപ്പമാണ്. നാളെ ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചു വരുവാണെങ്കിൽ നല്ലതായിരുന്നു. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെയാണെന്നും മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ക്വാളിറ്റീസ് എന്താണെന്നും ലൈക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൽ ഇവര് റോൾ എന്താണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിന്റെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അവിടെ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. മെയിൻ എക്സാമിന് മുമ്പ് 18 and 19 മെയിൻ എക്സാം ഒരുമിച്ചാണ്. അതിന് മുമ്പ് ഞാനൊരു റിവിഷൻ ഒരു സെഷൻ വെക്കും. മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോയിട്ടുണ്ടാവുമല്ലോ. പിന്നെ കുറച്ചു പേര് ഇനി പകല് ക്ലാസ്സിൽ കയറില്ലായിരിക്കുമല്ലോ. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ സാറ്റർഡേസ് ആണ് നമ്മുടെ പ്രാക്ടിക്കൽസും അതുപോലെ തന്നെ കോൺവെക്കേഷൻസും വരുന്നത്. ഒരു 6 മാസത്തേക്ക് സാറ്റർഡേ ഞാൻ ഉണ്ടാവില്ല. ഞാനൊരു കോഴ്സ് MG യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കൗൺസിലിംഗ് എന്നുള്ളത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് സാറ്റർഡേസ് ആണ് ക്ലാസ്. അവിടെ പോവുക തന്നെ വേണം. അറ്റൻഡൻസ് വളരെ കമ്പൽസറി ആണ്. വളരെ സീരിയസ് ആയി നടക്കുന്ന ഒരു കോഴ്സാണ്. ഡിപ്ലോമ കോഴ്സാണ് കൗൺസിലിംഗിൽ. ഞാൻ ഈ അഡോളസന്റ് ഗ്രൂപ്പിലാണല്ലോ ഇന്റർവെൻഷൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കുട്ടികളുടെ ബിഹേവിയർ കുറച്ചുകൂടെ, പിന്നെ നമ്മുടെ ക്ലാസ്സിനും വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ബിഹേവിയർ മനസ്സിലാക്കാൻ കുറച്ച് നല്ലൊരു ടൂളാണ് ആ ഒരു ക്ലാസ്. നല്ല എക്സ്പേർട്സ് ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ആ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ PG കോഴ്സിന് ഞാൻ ജോയിൻ ആവും. അപ്പൊ അതുകൊണ്ട് സാറ്റർഡേസ് എനിക്ക് ഉണ്ടാവില്ല. മോസ്റ്റ്ലി സാറ്റർഡേസ് പ്രസന്റ് ആവുക എന്നുള്ളത് ഒത്തിരി പാടായിരിക്കും. അലീസ ചിരിക്കുവാണ്, ഞാൻ ഉണ്ടാവില്ല. മാറിപ്പോയതാ സോറി മിസ്സേ. അത് വല്ലാത്തൊരു വിഷമായി പോയല്ലോ മിസ്സിനെ മീറ്റ് ചെയ്യാൻ ഞങ്ങള് പറ്റാതെ. കോൺവെക്കേഷന് വരുന്നത് തന്നെ മിസ്സിനെ കാണാൻ വേണ്ടിയാ. അതെയോ? ഞാനത് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. സാർ അത് കുട്ടികളൊന്നും അറിയിക്കണം. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ സെപ്റ്റംബർ 1st വീക്കില് സാറ്റർഡേ തുടങ്ങിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അത് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ഒന്നാണ്. കാരണം കറക്റ്റ് സമയത്ത് അത് ഫിനിഷ് ചെയ്യണമല്ലോ. 20 ശനിയാഴ്ചകളാന്നാ പറയുന്നത്. ഏകദേശം ഒരു 6 months. പബ്ലിക് ഹോളിഡേ എന്തെങ്കിലും വന്ന് മാറുവാണെങ്കിൽ 6 months എന്നുള്ള രീതിയിലാണ്. അപ്പൊ എനിക്ക് സാറ്റർഡേ അല്ലാത്ത ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ചിലപ്പോ ചില സാറ്റർഡേ വരാതെ അറ്റൻഡൻസ് മസ്റ്റ് ആണ്. 16 സാറ്റർഡേ എങ്കിലും മിനിമം ഉണ്ടാവും. എന്തെങ്കിലും ഒരു പേഴ്സണൽ എമർജൻസി വന്നാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉറപ്പില്ലാതെയാണ് ശരിക്കും ആ കോഴ്സിൽ ജോയിൻ ആവാൻ പോണത്. 20 സാറ്റർഡേ പോകാൻ പറ്റണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറ്റർഡേ അല്ലാതെ വീക്ക് ഡേയ്സിലേക്ക് മൺഡേ ടു ഫ്രൈഡേയിൽ ഏതെങ്കിലും ദിവസം നിങ്ങളുടെ പ്രാക്ടിക്കലും കോൺവെക്കേഷനും മാറ്റാന്ന് വെച്ചാൽ അങ്ങനെ ഒരു സെൽഫിഷ് അല്ല, ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞതാ. പക്ഷെ എല്ലാവർക്കും ഞങ്ങൾ ഓക്കെയാണ് മിസ്സേ. എല്ലാവരുടെയും ഇത് നോക്കിയിട്ട് അങ്ങനെ ആയാലും മതിയായിരുന്നു. ഈ ജോലിക്ക് പോണവർക്കൊക്കെ സാറ്റർഡേ അല്ലേ പറ്റുള്ളൂ, ലീവ് എടുക്കാൻ പറ്റില്ല. അത് മതി, ഞങ്ങൾ ലീവ് എടുത്തോളാം. അയ്യോ, സാറിനോട് അറിയിക്കാം. നിങ്ങളുടെ സ്നേഹം ഞാൻ ജയദേവ് സാറിനോട് അറിയിക്കാം കേട്ടോ. സാർ എന്നോട് പ്രത്യേകം പറഞ്ഞു പ്രാക്ടിക്കൽസിന് ടീച്ചർ ഉണ്ടാകണം. ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞിട്ടാണ് ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തത് കേട്ടോ. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ജോയിൻ ചെയ്യണോ ജോയിൻ ചെയ്യണം. ഞാൻ നോക്കുമ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് മോണ്ടിസോറി ക്ലാസ്സിൽ കുറച്ചുകൂടെ എനിക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ പുതിയ എന്തെങ്കിലും കോഴ്സ് കൗൺസിലിംഗിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇതിന്റെ ഭാഗമാവാനും പറ്റും, എനിക്കും ജോയിൻ ആവാനും. അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു എന്റെ മനസ്സിൽ. ഭയങ്കര കോൺഫ്ലിക്ട്സ് നടക്കുക എന്റെ ഉള്ളില്. അപ്പൊ അങ്ങനെ ഞാൻ സാറിനോട് ആദ്യം പറഞ്ഞു, ഞാൻ ജോയിൻ ആവണേന് മുമ്പ്. സാറ് പറഞ്ഞു 20 ശനിയാഴ്ച നമുക്കൊക്കെ മറക്കാന്ന് പറഞ്ഞു. ടീച്ചർ ജോയിൻ ചെയ്തോളൂ, നല്ലതാണല്ലോ, അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണല്ലോ. ഞാൻ പറഞ്ഞു സാർ ഇതാണ് കാര്യം, നമ്മളെല്ലാം വെക്കുന്നത് സാറ്റർഡേ ആണല്ലോ. കാരണം കുട്ടികളുടെ നീഡ്സ് അനുസരിച്ചാണ് നിങ്ങളുടെ നീഡ്സ് അനുസരിച്ചാണ് ഞങ്ങൾ സാറ്റർഡേ വെക്കുന്നത്. ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന ദിവസവും ഒക്കെയാണല്ലോ ഈ സാറ്റർഡേ എന്ന് പറഞ്ഞു. സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലെ കുട്ടികളൊക്കെ മൺഡേ ടു സാറ്റർഡേ വർക്കിംഗ്. അവര് സൺഡേ അതിന് വേണ്ടിയിട്ട് വരട്ടെ. അല്ലെങ്കിൽ ഞാൻ സാറിനോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു, നമുക്ക് ഒരു ദിവസം നമ്മുടെ സ്റ്റാഫിനൊക്കെ അവധി കൊടുത്തിട്ട് സൺഡേ വർക്കിംഗ് ആക്കാം. ഞാനിങ്ങനെയൊക്കെ പ്ലാൻ അതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എനിക്കറിയില്ല അതൊക്കെ നടക്കുമെന്നുള്ളത്. സൺഡേ നമ്മുടെ ഓഫീസിന്റെ ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ലോക്ക് ആയിരിക്കും. അത് ഒരു SNDP ബിൽഡിംഗ്, അവരുടെ എന്തൊക്കെ ഓഫീസൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും സാറിനോട് ഒന്നുകൂടെ സംസാരിക്കട്ടെ.
അതെന്തായാലും ഒരു ചേഞ്ച് വരുത്താം മാം. ഇത് 17 ഇടദിവസം വെച്ചോ? എന്തോ ഇടദിവസം വെച്ചോ മിസ്സേ? കോൺവെക്കേഷൻ ഇടദിവസം വെച്ചോ? കുഴപ്പമില്ല എന്റെ ജോലിക്ക് പോകുന്നതല്ലേ. മിസ്സേ. എന്നാലും മിസ്സുമാരെയൊക്കെ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിട്ട് കൂടെ മിസ്സേ അതിനു വേണ്ടിയൊക്കെ വരുന്നതാണ്. അങ്ങനെ അത് പറയാതെ. മനസ്സിലായി. അല്ല, ഇത് പറയാതെ വേണമെങ്കിൽ എനിക്ക് പോവാമായിരുന്നു. പക്ഷെ നിങ്ങൾ വരുമ്പം ഇങ്ങനെ കാണാതെ വരുമ്പം ഒരാളെ കണ്ടില്ലെങ്കിൽ തന്നെയും നിങ്ങൾ അന്വേഷിക്കുമല്ലോ. തീർച്ചയായിട്ടും അന്വേഷിക്കും ആദ്യം മിസ്സിനെയൊക്കെ മാമിനെ അങ്ങനെ. അന്വേഷിക്കണം. താങ്ക് യു ടീച്ചർ. അപ്പൊ അതുകൊണ്ട് പറയാതെ പോകുന്നത് മോശമാണെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. മിസ് എന്തായാലും ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾ ഇത്രയും പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടദിവസം വെച്ചാലും ഓക്കെ. ഞാനും ജോലി ചെയ്യുന്ന ആളാ. എന്തായാലും മാം ഒന്ന് ചോദിച്ചു നോക്ക്. മിസ്സിനെ ചോദിച്ചു നോക്ക് മിസ്സേ. ഞങ്ങളെല്ലാ മിസ്സുമാരെയും ഇപ്പൊ മിസ്സായിക്കോട്ടെ, അശ്വതി മിസ് ആയിക്കോട്ടെ, അപർണ മാം ആയിക്കോട്ടെ, എല്ലാവരെയും അതുപോലെ നമ്മുടെ എല്ലാവരെയും ഒന്ന് കാണാനും കൂടിയാ. ഒന്ന് വരാനാ. പ്രാക്ടിക്കൽ സെക്ഷന് വരാൻ പറ്റിയിട്ടില്ല. കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു അങ്ങനെ കാത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ആ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലേക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ, ഞാൻ എന്തായാലും സാറിനോട് സംസാരിക്കാം. എനിക്കും അത് വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം ഫസ്റ്റ് ബാച്ച് ഓൺവേർഡ്സ് 17 ബാച്ച് വരെ അവിടെ ഉണ്ടായിട്ട് പെട്ടെന്നൊരു മാറ്റം എന്നുള്ളത് പക്ഷെ നമുക്കറിയാലോ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ നമുക്ക് ചിലത് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. എന്തായാലും ചോദിച്ചു നോക്ക്. എന്തായാലും ചോദിച്ചു നോക്ക്. ചോദിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഓക്കെ. ചോദിച്ചു നോക്ക്. ചോദിക്കാം സാറ് എന്തെങ്കിലും ഒരു ഓപ്ഷൻ. കാരണം സാറ്റർഡേ വെക്കുന്നത് നമ്മളുടെ കൺവീനിയന്റ് അനുസരിച്ചല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാറ്റർഡേസ് ആയിട്ട് ഇത് രണ്ടും സെറ്റ് ചെയ്തത്. എല്ലാവർക്കും വരാൻ പറ്റുന്ന ദിവസം അതായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ തന്നെ 20 ബാച്ചിന്റെ പ്രാക്ടിക്കൽസ് നടക്കാൻ പോവാണ് സെപ്റ്റംബറിൽ. അപ്പൊ അവര് നേരത്തെ തന്നെ റിക്വസ്റ്റ് ചെയ്തിരുന്നു. പലരും ടീച്ചിങ് പ്രാക്ടീസിന് പോവാണ്, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ശനിയാഴ്ച മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ ആ ഒരു ഡേ കോൺവെക്കേഷൻ പിന്നെ പോട്ടെ, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. സാറ്റർഡേ പ്രാക്ടിക്കൽസിന്റെ കാര്യമാണ്. എനിവേ നമുക്ക് സംസാരിക്കാം. അങ്ങനെ എല്ലാവർക്കും ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാം. ഓക്കെ, പിന്നെ എനിക്ക് നേരത്തെ അറിയാൻ പറ്റുവാണ് എനിക്ക് ആ ഒരു സാറ്റർഡേ അവിടെ ക്ലാസ് ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യൂണിവേഴ്സ് നമുക്ക് വേണ്ടി അത് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അതും നല്ലതാണല്ലോ. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുക. നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ലേ, പൗലോപ്പയില് പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി അതിന് വേണ്ടിയിട്ട് വേണ്ടുന്നതെല്ലാം ചെയ്യുന്നത്. അതൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു തോട്ട്. ഞാൻ ആദ്യം അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഇത് അറ്റൻഡൻസ് കമ്പൽസറി ആണ്, 16 അറ്റൻഡൻസ് വേണ്ടി വരും. പിന്നെ ലാസ്റ്റ് ഒക്കെ കോഴ്സ് തീരാറാകുമ്പോഴുള്ള സാറ്റർഡേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫീൽഡ് വർക്ക് ഒക്കെയാണ് തോന്നുന്നു. നമ്മള് കുറെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യലോ അങ്ങനത്തെ കാര്യങ്ങളാണ്. അവിടെ പോകണ്ടാത്ത സാറ്റർഡേ ആണെങ്കിൽ പ്രശ്നമില്ലല്ലോ, ഞാനത് വേറൊരു ദിവസം ചെയ്ത് അങ്ങനെ ചെയ്യാറ്. അതൊക്കെ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ, നമുക്ക് ആരോഗ്യമുള്ളപ്പോഴല്ലേ പഠിക്കാൻ പറ്റുമല്ലേ സുധ ടീച്ചറെ? ചുമ്മാ പഠിക്കാൻ കുട്ടികൾക്കും വേണ്ടിയിട്ടാ. യെസ്, പറഞ്ഞു തന്നെ. ഓക്കെ മാം. മാം എന്തായാലും ചോദിക്കൂ. നമുക്ക് ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, ഞങ്ങൾ എന്തായാലും മാമിന് ഇല്ലെങ്കിൽ ഞങ്ങൾ മാമിനെ മിസ് ചെയ്യും. എല്ലാവരും മിസ് ചെയ്യും. അങ്ങനെ ഇല്ലെങ്കിലും ഒരു വാക്കില്ല, ഉണ്ട്. മാം ഞങ്ങളെ കൂടെ ഉണ്ട്. അതെ അതെ ഉണ്ട്. നമ്മുടെ മനസ്സിലാണതെല്ലാം മനസ്സിലുണ്ടാവും. മാമിനെ മിസ് ചെയ്യും ഞങ്ങള്. മാം അവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ മിസ് ചെയ്യും. ഞാൻ എന്തായാലും ഒന്ന് ചോദിക്കും. ആ വേർഡ് യൂസ് ചെയ്യണ്ട ഇപ്പൊ. ഓക്കെ ഓക്കെ സുധാ മാം. ഓക്കെ സുധാ മാം. ഓക്കെ, നമ്മൾ എന്തും പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നമ്മളെ മനസ്സ് പറയുന്നു മാം അവിടെ കാണും, അത് മാത്രം മതി. അതെ അതെ. ഓക്കെ മാം. ഞാൻ ലൈവ് വന്ന് മെസ്സേജ് പറയാം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കോൺവെക്കേഷൻ നടക്കുമ്പോ. ശരിക്കും ഈ കോഴ്സ് തുടങ്ങിയപ്പോ തൊട്ട് ഈ നിമിഷം വരെ മിസ് എനിക്ക് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ പരിപാടിയായിട്ടാണ് മിസ് മുന്നോട്ട് പോകുന്നതെന്ന്. എനിവേ, നിങ്ങൾ ഓണ സെലിബ്രേഷൻ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ലേ? 18 19 സമയമെന്ന് തോന്നുന്നു. എന്നാലും ഒരു ദിവസം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും കേട്ടോ, എക്സാമിന്റെ ഇടയ്ക്ക്. 18 19 ഈ വീക്ക് കൊണ്ട് ക്ലാസ് തീരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 20 സമയമുണ്ട്. ഒരു ഡേ സാറിനോട് ചോദിച്ചിട്ട് ഒരു ദിവസം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു ഓൺലൈനായിട്ട് പ്ലാൻ ചെയ്യും. പരീക്ഷ 31-ാം തീയതി അല്ലേ ഉള്ളൂ? അതെ മാം. 31st ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. 8th വരെ.
അപ്പൊ ഒരു 20-ാം തീയതി ഒരു സെലിബ്രേഷൻ വെക്കാലോ. ടേം എക്സാമിനേഷൻ കഴിഞ്ഞിട്ടൊരു ഡേ. അപ്പൊ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും പറയുവാണെങ്കിൽ നമുക്ക് നോക്കാം. നോക്കാം. ഞാൻ ഓൺലൈൻ ആയിട്ടുള്ള സെലിബ്രേഷൻ ആണ് ഉദ്ദേശിച്ചത്. അതെ മാം, അതെ അതെ. ഓക്കെ തന്നെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.